നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം യദത് പുത്രർ പരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ജ ഹസ്താമലകം ജ ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മത് ഗുരോൻ സന്തതമാനതോസ്മി ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. എം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്നന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഹരി ഓം. ആദരണീയ ചിന്മയ മിഷൻ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് കുടുംബാംഗങ്ങളെ ഏവർക്കും നമസ്കാരം. പൂജ്യ ഗുരുദേവ ചിന്മയാനന്ദ സ്വാമിജിയുടെ 108ാമത് ജയന്തി ആഘോഷിക്കുന്ന വർഷത്തില് ലോകം മുഴുവനുള്ള കേന്ദ്രങ്ങളില് ഇതുപോലെ ജ്ഞാനയജ്ഞങ്ങള് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോൾ ഇതുപോലെ ജ്ഞാനയജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കൂടുതലും ഗ്രാമങ്ങളിലേക്ക് പോകുന്നവരുമാണ്. എങ്കിലും പുതിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു സംശയം പലരും പറയാറുണ്ട്, ഈ ഭഗവത്ഗീത സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു സാധനമാണോ? ഇത് കഥയൊന്നും അല്ലല്ലോ. മാത്രമല്ല, വേദത്തെ ഇപ്പം മന്ത്രം, ബ്രാഹ്മണം, ആരണ്യക, ഉപനിഷത്തൊക്കെ തിരിച്ചിട്ടുണ്ട്. വേദവ്യാസൻ തന്നെ ഗീതാ ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സർവ ഉപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന എന്നൊക്കെ. എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരമായ സംഗ്രഹമാണ് ഭഗവത്ഗീത. ഒരു ഉപനിഷത്തിനെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരസംഗ്രഹം സാധാരണക്കാർക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന്. എന്നാല് നമുക്കൊക്കെ വളരെ ധൈര്യമായിട്ട് സമീപിക്കാവുന്ന ഒന്നാണ് ഭഗവത്ഗീത. ഒന്ന്, അതൊരു സുന്ദരമായ കാവ്യമാണ്. നമുക്ക് സ്വാന്തനവും പ്രചോദനവും നൽകുന്ന സുന്ദരമായ ഒരു കാവ്യമാണ്. 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തില് ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ പറയുകയുണ്ടായി, അതിപ്രാചീനമായ ഈ സനാതന സംസ്കാരത്തിന്റെ മുത്തുകള്, ആശ്രമ അന്തരീക്ഷങ്ങൾ, വനാന്തരങ്ങൾ, നദീതീരങ്ങള്, എന്തിനധികം ഇന്നും പൂർണ്ണ പ്രചാരത്തിൽ വരാത്ത സംസ്കൃത ഭാഷയിൽ നിന്ന് പോലും മോചിപ്പിച്ചുകൊണ്ട് ഭാരതത്തിലെ ഓരോ സാധാരണക്കാരന്റെയും കുടിലുകളില് അതിനെ എന്നാണോ വാരി വിതറാൻ സാധിക്കുന്നത്, അന്നാണ് ഭാരത സംസ്കാരം അതിന്റെ പൂർണ്ണതയിലെത്തുക എന്ന്. നിർഭാഗ്യവശാല് വിവേകാനന്ദ സ്വാമികള് 39 വർഷമാണ് ഭൗതിക ശരീരത്തോടുകൂടി ഈ ലോകത്ത് ജീവിച്ചത് നമുക്കറിയാം. അതില് 9 വർഷം മാത്രമാണ് സ്വാമി വിവേകാനന്ദനായിട്ട് ജീവിച്ചത്. ബാക്കി 30 നരേന്ദ്രനായിരുന്നു. ആ 9 വർഷം അദ്ദേഹം മുഴക്കിയ ശംഖധ്വനി നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടുന്നതിൽ പോലും സുപ്രധാനമായ പങ്കുവഹിക്കുകയുണ്ടായി. എത്ര ദേശീയ നേതാക്കന്മാരൊക്കെ ആ വാഗ്ധോരണിയിൽ ആകൃഷ്ടരായിട്ട് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തില് അഭിമന്യ ചിന്മയാനന്ദ സ്വാമിയുടെ പ്രവർത്തനം ആരംഭിച്ചതും ഏകദേശം ഒരേ കാലഘട്ടത്തിലായിരുന്നു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസവും സൈനികവുമായ പുരോഗതി പോലെ തന്നെ സുപ്രധാനമാണ് ആധ്യാത്മികമായ പുരോഗതിയും എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തിയ ഋഷിവര്യനായിരുന്നു അഭിമന്യ ചിന്മയാനന്ദ സ്വാമികള്. ഇന്ന് ഭഗവത്ഗീതയോ ഉപനിഷത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്ര അനായാസകരമായിട്ട് നമ്മുടെ മുറ്റത്ത് കിട്ടുന്നു, നമ്മുടെ സ്വീകരണ മുറിയിലൊക്കെ കിട്ടുന്നു. എന്നാല് 40കളില് സന്യാസമൊക്കെ സ്വീകരിച്ച് ഉത്തരകാശിയിലേക്ക് തന്റെ ഗുരുനാഥന്റെ വാക്ക് കേട്ടുകൊണ്ട് തപോവൻ മഹാരാജിന്റെ അടുക്കിലേക്ക് പോകുന്ന സമയത്ത് ചിന്മയാനന്ദ സ്വാമികൾക്ക് ഈ സൗകര്യമൊന്നും കിട്ടിയിരുന്നില്ല. 150 കിലോമീറ്ററോളം കാൽനടയായിട്ട് നടന്ന് അവിടെ എത്തുകയാണ്.
അന്ന് തപോവൻ സ്വാമികളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഒരു ബ്രഹ്മചാരിയോട് അദ്ദേഹം പറയുണ്ടാത്രേ, ഈ ചിന്മയാനന്ദൻ കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവും, അദ്ദേഹത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന്. എന്തൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തത്? രാത്രി കിടക്കാൻ 2 പഴയ ചാക്കുകൾ, ഒന്ന് കിടക്കാനും ഒന്ന് പുതയ്ക്കാനും, വെളിച്ചം കാണാൻ പഴയ റാന്തൽ വിളക്ക്, അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സംവിധാനമൊന്നുമില്ല, കാളി കമ്പിളിവാല എന്നൊരു മഹാത്മാവിന്റെ ഒരു സത്രം ഉണ്ടാവും, അവിടെ പോയി ക്യൂ നിന്ന് കഴിഞ്ഞാൽ റൊട്ടിയുടെ ആളും കിട്ടും. പിൽക്കാലത്ത് ഗുരുദേവൻ തമാശയായിട്ട് പറയാറുണ്ട്, ഈ റൊട്ടിയൊന്നും പലപ്പോഴും കടിച്ചാൽ മുറിയില്ല, കാരണം പലർക്കും ഉണ്ടാക്കുന്നതല്ലേ, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം ഉപ്പുമാവായിട്ടൊക്കെ കഴിക്കാറ്. അതൊരു ചിന്മയ തപസ്സായിരുന്നു. ആ തപസ് കൊണ്ടാണെന്ന് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. വാസ്തവത്തില് ആർഷ സംസ്കാരത്തിന്റെ 3 പില്ലറുകളാണ് ശ്രുതി, യുക്തി, അനുഭവം. ആദ്യം നമുക്കൊരു ശ്രവണ സംസ്കാരം ഉണ്ടാവണം. നമുക്കറിയാം, ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം എന്ന് അർത്ഥമുണ്ട് അല്ലേ, പണ്ട് കാലങ്ങളിൽ ഇത് കേട്ട് പഠിച്ചതാണ്. പിന്നെ നമുക്കൊരു ശ്രവണ സംസ്കാരം ഉണ്ടാവുക, അതുണ്ടാക്കിയെടുക്കുക തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പുതുതായിട്ട് ഒരാളെങ്കിലും വന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ ഇൻട്രഡക്ഷൻ പറയുന്നത്, അല്ലെങ്കിൽ നേരിട്ട് ഗീതയിലേക്ക് പോകാമായിരുന്നു. എന്തായാലും അവരെ കാണണം തീർച്ചയായിട്ടും അല്ലേ. ചിലർക്ക്, കാരണം ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നേക്കാളും വിഷമമാണ് 1.5 മണിക്കൂർ അവിടെ ഇരുന്ന് കേൾക്കുക എന്നറിയാം. അതൊരു തപസ്സാണ്, കേൾക്കുക എന്നുള്ളത്. നമ്മുടെ മനസ്സ് എങ്ങോട്ടൊക്കെ ഓടിപ്പോകും, പ്രത്യേകിച്ച് ഇന്ന കാലഘട്ടത്തിൽ അല്ലേ. അപ്പൊ ആദ്യം നമുക്കൊരു ശ്രവണ സംസ്കാരം തന്നെ ഉണ്ടാവണം. അത് നിരന്തരമായ ശ്രവണം കൊണ്ടേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ ഒരു 10 മിനിറ്റ് കേൾക്കുമ്പോഴേ ഉറക്കം വരും. ഉറക്ക ഗുളിക കഴിച്ചാൽ പോലും ഉറങ്ങാത്ത ആൾക്കാരെ പ്രഭാഷണം കേട്ട ഉറങ്ങും. അപ്പൊ അതുകൊണ്ട് നാളെ വരാതിരിക്കരുത്. അത് കാരണം അതങ്ങനെ കേട്ടൊരു ശീലം വരേണ്ടതാണ് നമുക്ക്. ശ്രുതി കേൾക്കുക, ശ്രവിക്കുക. യുക്തി കേട്ടതിനെ വിചാരം ചെയ്യുക. ഞങ്ങൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്, ഈ മൈക്കിട്ട് എന്ന് വിളിച്ചു പറയും. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങള് വിചാരം ചെയ്ത് നോക്കണം. എന്റെ ജീവിതവുമായിട്ട് എന്താ ബന്ധമുള്ളത്, ഇത് യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് നോക്കിയിട്ടേ നാളെ വരാൻ പാടുള്ളൂ. കാരണം നമ്മുടെ സമയം വിലപ്പെട്ടതാണ് അല്ലേ. യുക്തിപൂർവ്വം വിചാരം ചെയ്യണം. ഗീത മുഴുവൻ ഉപദേശിച്ചതിന് ശേഷവും അർജുനനോട് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞ അതുപോലെ പോയി കർമ്മം ചെയ്യാനല്ല കൃഷ്ണ ആവശ്യപ്പെട്ടത്. വിമൃശേതശേഷേണ യഥാ ഇച്ഛസി തഥാ ഗുരു എന്ന് പറഞ്ഞു. ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലോകത്ത് എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? മതഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതേപടി കാണാതെ പഠിച്ച് ചൊല്ലാൻ, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും പറ്റില്ല. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അഥവാ ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യാൻ തല പിന്നീട് ഉണ്ടാവില്ല അല്ലേ. പല രാജ്യങ്ങളിലെ സ്ഥിതി അതാണ്. യുക്തി, വിചാരം. ഇനി അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. ഈ കേട്ട ആശയങ്ങള് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാവണം. അല്ലെങ്കിലോ പലരും ഗീതായജ്ഞങ്ങളൊക്കെ കേൾക്കാൻ പോകും, സപ്താഹങ്ങൾ കേൾക്കാൻ പോകും, നിരന്തരം കേൾക്കും. ഈ കേട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പ്രാക്ടിക്കൽ ആക്കിയില്ലെങ്കിൽ നാളെ ഗീതാ ബുക്കുമായിട്ട് ഇറങ്ങുമ്പോൾ മക്കൾ തന്നെ ചോദിക്കും, അമ്മ എന്തിനാ വെറുതെ ഈ പരിപാടിക്ക് പോകുന്നതെന്ന്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിലേക്ക് വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാവണം. വാസ്തവത്തില് ഇപ്പൊ നമ്മള് ഗീതായജ്ഞം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് വിളക്കുകൊളുത്തി. അതുപോലെ ഭാരത സംസ്കാരം ഏതെങ്കിലും മഹാത്മാക്കള് വ്യാസനോ വിശ്വാമിത്രനോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണോ ശ്രീരാമനോ ഒന്നും ഉദ്ഘാടനം ചെയ്തിട്ടില്ല. കാരണം ഇതൊരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല. ആശയങ്ങൾ തത്വത്തിൽ അധിഷ്ഠിതമാണ്. ഒരു വ്യക്തി ശ്രേഷ്ഠനാവുന്നത് അവനെ തത്വങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോഴാണ്. നമ്മൾ എത്രയോ കാലമായിട്ട് മഹാഭാരതവും അതുപോലെ തന്നെ രാമായണമൊക്കെ വായിക്കുന്നു. ഈ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെ ചരിത്രങ്ങൾ നമുക്കറിയാം. എന്നാല് ഈ അവതാര പുരുഷന്മാര് പോലും ഈ ശ്രുതിയെയും അല്ലെങ്കിൽ സ്മൃതികളിലൊക്കെ അടിസ്ഥാനമാക്കിയാണ് അവരുടെയും ജന്മം, അവരുടെ ജാതകർമ്മങ്ങള്, വിദ്യാഭ്യാസം, വിവാഹം ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അവതാര പുരുഷന്മാർക്ക് പോലും പ്രമാണം ഈ ഗ്രന്ഥങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആശയങ്ങള് തത്വത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെയൊക്കെ ലക്ഷ്യം വാസ്തവത്തിൽ ജീവിതത്തിൽ എന്താണ്? ശാന്തിയാണ് അല്ലേ. ഈ ശാന്തി എപ്പോഴാണ് നേടേണ്ടത്? പലരും ഈ അനുശോചനമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ പറയാറുണ്ട്, പരേതന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നെന്ന്. വാസ്തവത്തില് അങ്ങനെ ആർക്കെങ്കിലും നേർന്ന് കൊടുക്കേണ്ട ഒരു സാധനമാണോ ഈ ശാന്തി? ശാന്തി ഇപ്പോൾ ഈ നിമിഷത്താണ്. ഈ നിമിഷത്തെ അവഗണിച്ചുകൊണ്ട് ഒരു ശാന്തി നമുക്ക് ലഭിക്കാനും പോകുന്നത് അല്ലേ. അതുകൊണ്ട് ജീവിത ലക്ഷ്യത്തെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന കലയാണ് ഭഗവത്ഗീത. ഈ ഒരു ശാന്തി ഈ പഠനത്തോടെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവണം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവണം,
നാം ജീവിക്കുന്ന സമൂഹത്തിലുണ്ടാവണം. ലോകം മുഴുവനും ഈ ശാന്തി പടർത്താൻ നമുക്ക് ആവണം. ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ പറയുകയുണ്ടായി, ഭാരതം ലോകത്തിന്റെ ഗുരുനാഥനാണ്. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ ഭാരതത്തിലേക്ക് ജനങ്ങൾ തീർത്ഥയാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് തീർത്ഥയാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭൗതികമായ നേട്ടങ്ങളൊന്നും കണ്ടുകൊണ്ടല്ല, ഈ ആധ്യാത്മികമായ ഈ ഒരു സമ്പത്ത് തേടിക്കൊണ്ടാണ്. അതുകൊണ്ട് ഇത് നമുക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അതിനു മാത്രം നമ്മൾ ഈ ജ്ഞാനത്തെ സ്വീകരിക്കാൻ തയ്യാറാവണം, അല്ലേ? നമുക്കറിയാം, മഹാഭാരതം എന്ന ഇതിഹാസം 18 പർവ്വങ്ങള്. പർവ്വം എന്ന് പറഞ്ഞാൽ പർവ്വതം പോലെയാണ്. 100 കണക്കിന് അധ്യായങ്ങളാണ് ഓരോന്നിലുള്ളത്. അതില് ഭീഷ്മപർവ്വത്തില് 18 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഭാഗമാണ് ഭഗവത്ഗീത. സന്ധ്യ സംഭാഷണങ്ങളൊക്കെ പരാജയപ്പെട്ടു. യുദ്ധം തീരുമാനിക്കുകയാണ്. മനുഷ്യന്റെ സ്വാർത്ഥത, അധികാരധ്വര ഇതിന് സീമകളില്ലെന്നാണ് പറയുന്നത്. സമ്പത്തിനേക്കാളും ലഹരിയേക്കാളും ലൈംഗികതയെക്കാളും ഒക്കെ അപകടകരമാണ് അധികാരത്തോടുള്ള മനുഷ്യന്റെ ആസക്തി. പലർക്കും അധികാരം ഒരു ലഹരിയാണ്. നമ്മളിപ്പോ ഇലക്ഷൻ കാലമാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒരു കൂട്ടർ അങ്ങോട്ട് ചാടുന്നു, മറ്റേ കൂട്ടർ ഇങ്ങോട്ട് ചാടുന്നു. കാരണം ഈ കസേരയില്ല പലർക്കും ജീവിക്കാൻ സാധിക്കില്ല. ഇതെല്ലാ രംഗത്തും നമുക്ക് കാണാൻ സാധിക്കും. സാമ്പത്തിക രംഗത്തായാലും രാഷ്ട്രീയത്തിലായാലും സൈനിക രംഗത്തായാലും എന്തിനധികം പവിത്രമായ ആധ്യാത്മിക മേഖലയിൽ പോലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇതാണ് വ്യാസൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ വരച്ച് കാണിച്ചിരിക്കുന്നത്. വ്യാസൻ സ്പർശിക്കാത്ത ഒരു മേഖലയുമില്ല. വ്യാസോച്ഛിഷ്ടം ജഗത്സർവം അതാണ് പറയുന്നത്. അങ്ങനെ യുദ്ധം ഒഴിവാക്കാൻ വയ്യാത്തൊരു സന്ദർഭം വരുന്നു. അവസാനം യുദ്ധം നിശ്ചയിച്ചു. 2 പക്ഷവും ഒരുങ്ങി വന്നു. 10ാം ദിവസം ശരശയില് ഭീഷ്മ പിതാമഹൻ പതിക്കുകയാണ്. 5 കഥാപാത്രങ്ങളാണ് ഈ ഭഗവത്ഗീതയിൽ നമുക്ക് പരിചയപ്പെടുന്നുള്ളൂ. മഹാഭാരതത്തിൽ ലക്ഷക്കണക്കിന് കഥാപാത്രങ്ങളുണ്ട്, അല്ലേ? പക്ഷെ ഈ ഗീതയിൽ വരുമ്പോൾ എത്ര പേരുണ്ട്? ആകെ 5 പേര്. അർജുനൻ, ഒന്നാമത്തെ ആള് നമ്മുടെ ധൃതരാഷ്ട്ര തന്നെ. എന്താ ധൃതരാഷ്ട്രയുടെ ഒരു ന്യൂനത? അന്ധത. 2 വിധത്തിലുള്ള അന്ധതയാണ്. ഒന്ന് ബാഹ്യമായിട്ടുള്ളതും മറ്റ് ആന്തരികവും. ബാഹ്യമായിട്ടുള്ള അന്ധത ഒരു ന്യൂനതയാണെന്ന് പറയാൻ പറ്റില്ല. കണ്ണ് കാണാൻ വയ്യാത്ത ഒരു എവറസ്റ്റ് പോലും കീഴടക്കിയ കാലാണ്, അല്ലേ? അപ്പൊ അതല്ല. ആന്തരിക അന്ധത അതിനേക്കാളും വലിയ അപകടമാണ്. എന്താ ധൃതരാഷ്ട്രയുടെ അർത്ഥം തന്നെ? രാഷ്ട്രത്തെ മുറുകെ പിടിക്കുന്നവനാണ് ധൃതരാഷ്ട്രർ, കസേരയെ മുറുകെ പിടിക്കുന്നവൻ. നമ്മൾ ഇന്നൊക്കെ പരിചയപ്പെടുന്ന എന്നും പഠിക്കേണ്ട കാരണം ഇതുകൊണ്ടാണ്, അല്ലേ? നമ്മുടെ ഇടയിൽ ധാരാളം ധൃതരാഷ്ട്രന്മാർ ഇന്നും ജീവിക്കുകയാണ്. താനും തന്റെ മക്കളും ഭരിച്ചാലേ ഈ നാട് നന്നാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ഇന്നത്തെ നേതാക്കന്മാരൊക്കെ ആധുനിക ധൃതരാഷ്ട്രന്മാരാണ്. 50-60 വർഷം MP ആയി, MLA ആയി, മന്ത്രിയായിരുന്നാലും മാറിക്കൊടുക്കില്ല. ഇനി മാറാൻ പറഞ്ഞ ഉടനെ പാർട്ടി മാറും, അല്ലെങ്കിൽ തന്റെ മകനെ അവിടെ വെക്കണം എന്ന് പറയും. ഇതൊക്കെയാണ് ആധുനിക ധൃതരാഷ്ട്രന്മാര്. ഈ ധൃതരാഷ്ട്രയുടെ സ്വഭാവമാണ് ദുര്യോധനിലേക്ക് പോയി പറയുന്നത്. 2ാമത്തെ ആള് ദുരയനത്തോടു കൂടി. കുറെ കഥാപാത്രങ്ങളുണ്ടല്ലേ കൗരവന്മാരുടെ ഇടയില്? ഗാന്ധാരിക്ക് ദുശാസനൻ, ദുശല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എല്ലാം നെഗറ്റീവ് മാത്രം കാണുന്ന, ഒരാളുടെയും നന്മ കാണാൻ കഴിയില്ലാത്തവനാണ് ദുര്യോധനൻ. 3ാമത്തെ അർജുനൻ രജുത്വ ബുദ്ധിയുള്ളവനാണ്, അതുകൊണ്ടാണ് വക്രബുദ്ധിയല്ല. 4ാമത്തെ ആളെ സഞ്ജയനാണ്. എല്ലാത്തിനെയും ജയിച്ചവൻ, തന്റെ ഇന്ദ്രിയ മനോബുദ്ധികളെ ജയിച്ചവനാണ്, അല്ലേ? ആ സഞ്ജയനാണ് ഈ ദിവ്യദൃഷ്ടി കിട്ടിയത് ആ വ്യാസന്റെ അനുഗ്രഹത്തോടു കൂടി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഗീത കേൾക്കാൻ ഭാഗ്യമുണ്ടായത്. അടുത്ത ആള് വാസുദേവനാണ്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിട്ടിരിക്കുന്ന സ്വരൂപതയാണ് വാസുദേവൻ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആ മാറ്റങ്ങളൊക്കെ അറിയണമെങ്കിൽ മാറാത്ത ഒരു ആധാരം വേണം. ആ ആധാരത്തെയാണ് വാസുദേവൻ. ഈ വാസുദേവനെയാണ് നാം അറിയാൻ ശ്രമിക്കുന്നത്. മനുഷ്യന്റെ ഒരു വ്യക്തിത്വ വികാസ പ്രക്രിയയാണ് 5 കഥാപാത്രങ്ങളുടെ. മൃഗമനുഷ്യൻ, മനുഷ്യനായിട്ടും ദേവമനുഷ്യനായിട്ടും ഒക്കെ മാറി സാക്ഷാൽ വാസുദേവ സ്വരൂപമായിട്ട് മാറുന്ന ഒരു വ്യക്തിത്വ വികാസ പ്രക്രിയ. ഭീഷ്മ പിതാമഹന്റെ പതന വാർത്ത, അതുവരെ കുരുക്ഷേത്രത്തിൽ നിന്ന് യുദ്ധം വീക്ഷിച്ചുകൊണ്ടിരുന്ന സഞ്ജയൻ ഹസ്തിനപുരത്തിൽ ഓടിക്കൊണ്ടെന്ന് ധൃതരാഷ്ട്രരോട് പറയുന്ന സമയത്ത് യുദ്ധത്തിന്റെ 1ാം ദിവസം മുഴുവനുള്ള കാര്യങ്ങൾ വിവരിച്ചു തരാൻ പറയുകയാണ്. അവിടെ ഭീഷ്മന്റെ പതന വാർത്ത പറയുമ്പോൾ അതിനു മുമ്പ് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അത് പറയൂ. തുടർന്ന് അവിടെ 2 സേനയും അണിനിരന്ന കാര്യവും, തുടർന്ന് ഭീഷ്മ പിതാമഹൻ തന്റെ ശംഖ് മുഴക്കി, 2 സേനയും ശംഖൊക്കെ മുഴങ്ങി യുദ്ധം തുടങ്ങുക എന്ന ഘട്ടം എത്തിയപ്പോൾ
മധ്യമ പാണ്ഡവനായ അർജുനൻ വിശിഷ്ടമായ തന്റെ രഥത്തിലിരുന്നു കൊണ്ട് ആ യുദ്ധകളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ട് സേനയും മാറി മാറി വീക്ഷിച്ച അദ്ദേഹം തന്റെ സേനയെ രണ്ട് സേനയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തുവാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ രണ്ട് സേനയും വീക്ഷിക്കുന്ന അർജുനനിൽ വന്ന ഭാവവ്യത്യാസങ്ങളാണ് ആദ്യമായിട്ട് പറയുന്നത്. അദ്ദേഹത്തെ കയ്യിൽ നിന്നും ആ ആയുധം ഗാണ്ഡീവം സംസദേ ഹസ്ത ത്വക്ചൈവ പരിദേഹ്യതേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാ നമ്മളിപ്പോ ഈ അർജുനനെയൊക്കെ പരിചയപ്പെടുന്നത്? നമ്മളൊക്കെ ഇന്ന് അർജുനന്റെ സ്ഥിതി തന്നെയാണ് പലരും ഇരിക്കുന്നത് അല്ലേ? മിക്കവാറും ധാരാളം ബിരുദങ്ങളും ഉന്നത വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടാൻ സാധിക്കാത്ത ഇന്നത്തെ തലമുറയുടെ ഒക്കെ പ്രതിനിധി അർജുനനാണ്. ദ്രോണ സർവകലാശാലയിൽ നിന്നും 1ാം റാങ്കോടെ പാസ്സായ ആളാണ് ഈ അർജുനൻ. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഈ ഗാണ്ഡീവം. അത് നോക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ആദ്യം കയ്യിൽ നിന്ന് വഴുതി വീണത്. ഇതല്ലേ ഇന്നത്തെ പല ചെറുപ്പക്കാരിലും കാണുന്നത്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടുന്ന പല ചെറുപ്പക്കാരുടെ അവസ്ഥ പോലും. രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരൊക്കെ പഠിക്കുന്ന കലാലയം നമ്മൾ വിശ്വസിക്കുന്ന IIT-കളാണ് അല്ലേ? 2023 നവംബർ മാസത്തിൽ ഒരു കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ വർഷം IIT-കളിൽ 23 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 260 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ഏറ്റവും ബുദ്ധിമാന്മാര് മാത്രം എത്തുന്ന കലാലയത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരെ കളിയാക്കി അല്ലെങ്കിൽ അധ്യാപകൻ വഴക്ക് പറഞ്ഞു, അങ്ങനെ ചെറിയ നിസ്സാരമായ കാര്യങ്ങളെ പോലും നേരിടാൻ പറ്റാതെ ബുദ്ധിമാന്മാരെന്ന് അഭിമാനിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യമോ? ഇതേ കാര്യമാണ് അർജുനനും. തന്റെ ഭൗതിക ബുദ്ധിയിൽ അങ്ങേയറ്റം അഹങ്കരിച്ചിരുന്ന ആളാണ്. യുദ്ധത്തിൽ വൻ വിജയം നേടിയ ആളാണ്. പക്ഷേ ഒരു നിർണായക ഘട്ടത്തില് ഈ വിദ്യ ഒന്നും ഫലിക്കാതെ വരുമ്പോൾ ഗാണ്ഡീവം സംസദേ ഹസ്ത, തൊണ്ട വരളുന്നോ ശരീരം വരയ്ക്കുന്നോ, അങ്ങനെയുള്ള അർജുനന് തന്റെ ധർമ്മം മുഴുവൻ മറന്നുപോയിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? ഈ കൗരവന്മാർ അധർമ്മികളാണ്, ആതതായിരികളാണെന്ന് എനിക്കറിയാം. എല്ലാവിധ അധർമ്മങ്ങള്, വീടിന് തീ വെച്ചവരാണ്, ഭക്ഷണത്തിൽ വിഷം ചേർത്തവരാണ്, ഭാര്യ അപഹരിച്ചാണ്, സ്വത്ത് അപഹരിച്ചവരാണ്. ഇതൊക്കെ എനിക്കറിയാം. വിചാരണ കൂടാതെ അവരെ കൊല്ലാം ആതതാനികളെ എന്നാണ് ധർമ്മശാസ്ത്രം പറയുന്നത്. എന്നാൽ ഇവര് സ്വന്തക്കാരല്ലേ, കണ്ണടയ്ക്കാം എന്ന് പോലും, ആ അധർമ്മത്തിനെതിരെ കണ്ണടയ്ക്കാമെന്ന് പോലും ഒരു ക്ഷത്രിയ വീരൻ എന്ന് പറയുകയാണ്. മാത്രവുമല്ല, ഈ കൗരവന്മാര് വന്ന് വധിക്കുകയാണെങ്കിൽ അതുപോലും എനിക്ക് ശ്രേയസ്കരം എന്ന് പറഞ്ഞുകൊണ്ട് ആയുധം താഴെ വെച്ചിരിക്കുന്ന അർജുനനെ അവതരിപ്പിച്ചുകൊണ്ടാണ് അർജുന വിഷാദയോഗം എന്ന 1ാം അധ്യായം അവസാനിക്കുന്നത്. അങ്ങനെയുള്ള അർജുനനോടായിക്കൊണ്ടാണ് ഭഗവാൻ 2ാം അധ്യായത്തിൽ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. കുതസ്ത്വ കസ്മലമിതം വിഷമേ സമുപസ്ഥിത മനാര്യ ജുഷ്ടമ സ്വർഗ്യമകീർത്തികരം അർജുന ക്ലൈബ്യം സ്മഗമപ്പാർത്താനൈതത്തയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വാ ഉത്തിഷ്ഠ പരന്തപ. നിന്നെ പോലെ ഒരു ക്ഷത്രിയ വീരനെ നദി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അർജുന. നിനക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുന്നത്? ആര്യന്മാർക്ക് ചേരാത്തതാണ്, സ്വർഗപ്രാപ്തിക്ക് ഉതകാത്തതാണ്, അകീർത്തി ഉണ്ടാക്കുന്നതാണ് നിന്റെ പ്രവൃത്തി. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ഇതിനെ വലിച്ചെറിയുക. ഉത്തിഷ്ഠ പരന്തപ, എഴുന്നേക്കോ, നീ നിന്റെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കൂ എന്നാണ് പറയുന്നത്. 5000 വർഷം മുമ്പ് ഭഗവാൻ ഇങ്ങനെ ഒരു ആഹ്വാനം നൽകിയത് ഞാൻ നിങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉത്തിഷ്ഠ പരന്തപ, ഉത്തിഷ്ഠ പരന്തപ നമുക്ക് പഠിക്കാം അല്ലേ? വാസ്തവത്തിൽ നമ്മളോടൊക്കെയുള്ള ആഹ്വാനം തന്നെയാണ് ഭഗവാൻ ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ ഇന്ന് നമ്മുടേതായ ഭൗതിക സൗകര്യങ്ങളിലൊക്കെ അങ്ങേറ്റം അഹങ്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ സുരക്ഷിതമാണെന്ന് കരുതിക്കൊണ്ട് നമ്മളൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ വെല്ലുവിളികൾ അറിയുന്നില്ല, ഭീഷണികൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് നോക്കൂ, നമ്മുടെ ഇടയിലൊക്കെ ഒരുപക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ എനിക്കറിയില്ല, നാട്ടിലുള്ള സ്ഥിതി, സത്സംഗത്തിനൊക്കെ വന്നു കഴിഞ്ഞാല് എല്ലാം റിട്ടയർ ചെയ്ത ആൾക്കാർ മാത്രമാണ് വന്നിരിക്കുക. ചെറുപ്പക്കാർ പോലും വരില്ല, കുട്ടികളെ കൊണ്ടുവരില്ല എത്ര പറഞ്ഞാലും. എന്ന് ചോദിച്ചാലും പറയും പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് പല കാര്യങ്ങളും അല്ലേ. അങ്ങനെ ഇതൊന്നും അവര് പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവരോട് ആകെ പറയുന്ന ഒരു മന്ത്രം പഠിക്കുന്ന ഒരൊറ്റ മന്ത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ മക്കൾക്കൊക്കെ. മറ്റുള്ളവരൊക്കെയോ അവർ ചെറിയ കാലത്ത് തന്നെ ഇപ്പൊ തന്നെ അവരെല്ലാം പോയി മദ്രസകളിലും അല്ലെങ്കിൽ മറ്റെല്ലാ സൺഡേ സ്കൂളിലൊക്കെ പോയി പഠിക്കാനുള്ള സൗകര്യമുണ്ട്, നല്ലത് തന്നെ. പക്ഷെ നമ്മുടെ കുട്ടികൾ ഇതൊന്നും പഠിക്കാതെ വന്നു കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10ാം ക്ലാസ്സിലോ 12ഓ ഒക്കെ കഴിഞ്ഞാല് ഇവർ വീട്ടിലിരിക്കില്ലല്ലോ, വല്ല ഹോസ്റ്റലിൽ പോയി പഠിക്കേണ്ടി വന്നാൽ, പുറത്തു പോയി പഠിക്കേണ്ടി വന്നുള്ള സിറ്റുവേഷൻ. മറ്റുള്ളവരൊക്കെ അവരുടേതായ വൈകുന്നേരങ്ങളിൽ അവരെ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ കുട്ടികൾ ഈ മൊബൈലും നോക്കിയിരിക്കും അല്ലേ. നിനക്ക് ഈ പരിപാടിയൊന്നും ഇല്ല എന്ന് ചോദിക്കില്ലേ അവര്? അപ്പൊ പറയും ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഇതൊന്നും ആവശ്യമില്ല, ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പിറന്നാളുമായി പായസം കഴിച്ചാൽ മതി, പരീക്ഷയുടെ പോലെ സ്വന്തം അമ്പലത്തിൽ പോകാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവര് പറയും നോക്കൂ, ഞങ്ങളെ നോക്കൂ, ഞങ്ങൾക്ക് എന്ത് ധൈര്യമാണ്.
നിങ്ങൾ ഈ ആത്മഹത്യയുടെ വാർത്തയൊക്കെ വായിക്കാറില്ലേ? 90% ആത്മഹത്യ ഹിന്ദുക്കളുടെ കുടുംബങ്ങളിലല്ലേ നടക്കുന്നത്. ഞങ്ങൾ എത്ര ധൈര്യമായി ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്, ഞങ്ങളുടെ കുടുംബങ്ങൾ എന്താ കെട്ടുറപ്പുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും അവർ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പ്രലോഭിപ്പിക്കും. മാത്രമല്ല വാചാലമാവും അവരെ മതത്തെക്കുറിച്ച്. നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ആകൃഷ്ടരാകും. പിന്നീട് അവർ പല സ്ഥലങ്ങളിൽ കൊണ്ട് പരിചയപ്പെടുന്നു, പല ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഒരു ദിവസം കുട്ടികളൊക്കെ വേഷം മാറി അല്ലെങ്കിൽ മതം മാറി വീട്ടിലേക്ക് കയറി വരുമ്പോൾ നെഞ്ചടുത്തടിച്ച് നിലവിളിക്കുന്ന പല കുടുംബങ്ങളും പല സംഭവങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ സംഭവങ്ങൾ നടന്നാലും ഇത് അടുത്ത വീട്ടിലാണ്, എൻ്റെ കുട്ടികൾക്ക് സേഫാണ് എന്ന് കരുതിയിരിക്കുന്ന നമ്മളോടുള്ള ഭഗവാന്റെ ആഹ്വാനം തന്നെയാണ്. ഇനിയെങ്കിലും ഇതൊന്ന് മാറ്റിവെച്ച് ഉത്തിഷ്ഠ. നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇന്ന് ബാധിച്ചിരിക്കുന്ന ഈ ഭീഷണിയെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് നമ്മൾക്കൊന്നും ബോധവാനാവണം. നമ്മള് ഉത്തിഷ്ഠ പരന്തപ. എന്തായാലും അർജുനന് ഇത് കേട്ടതോട് കുറച്ചുകൂടെ സംശയം ഉണ്ടായിരുന്നു. അങ്ങ് തീർന്നു. അങ്ങ് പറയുന്നതൊക്കെ ശരി തന്നെയാണ്, ശത്രുക്കളെ വധിക്കുന്നത്. പക്ഷെ പൂജാർഹരായ എന്റെ ഗുരുനാഥനും ആചാര്യന്മാരും അല്ലേ, ഇവരെങ്ങനെയാ ആയുധം കൊണ്ട് പുഷ്പങ്ങളിട്ട് പൂജിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ധർമ്മവും അധർമ്മവും തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് കൃഷ്ണ ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് 2-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം അർജുനൻ തന്റെ ആവശ്യം ഉന്നയിക്കുകയാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേതഃ യശ്രേയസാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. കൃഷ്ണ, എന്നെ കൃപണാദോഷം ബാധിച്ചിരിക്കുകയാണ്. ധർമ്മവും അധർമ്മവും എനിക്ക് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയില് എനിക്ക് ശരിയായ ധർമ്മത്തിന്റെ മാർഗം ഉപദേശിച്ചു തന്നാലും ശിഷ്യ സ്നേഹം ശാധിമാൻ ത്വാം പ്രപന്നം. ഞാൻ അങ്ങനെ ശിഷ്യനായിരിക്കുകയാണ്. ഇത്രയും നാളും കൂട്ടുകാരനായിരുന്നു. അതുകൊണ്ട് നിശ്ചിതം ബ്രൂഹിതന്മേ, എനിക്ക് എന്താണ് എനിക്ക് ആവശ്യമുള്ളതിനെ ഉറപ്പിച്ചു പറ. ഒരു ഗുരുവിന്റെ ധർമ്മമാണ് ശിഷ്യന്റെ സംശയം ഉറപ്പിച്ചു തീർത്തു കൊടുക്കണം. കാരണം അല്ലെങ്കിൽ പിന്നെ അടുത്ത ആളുടെ ഇടയ്ക്കിലേക്ക് പോകും, കൺഫ്യൂഷൻ കൂടും ചിലപ്പോ അല്ലേ. അതുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞു. അതാണ് നല്ല ഗുരുവിന്റെ ലക്ഷണം. നിശ്ചിതം ബ്രോഹി, എനിക്ക് നന്നായിട്ട് ഉറപ്പിച്ചു പറഞ്ഞുതരാൻ എന്റെ സംശയം. എന്താണ് സംശയം ചോദിച്ചത്? ഒറ്റ സംശയം ചോദിച്ചിട്ടുള്ളൂ. കാരണം ഈ ഒരു ആശയം ഇന്നും പലർക്കും തെറ്റിദ്ധാരണയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലും കേരളത്തിൽ 2 ആഴ്ച മുമ്പാണ് ഒരു വലിയ സാഹിത്യകാരൻ വിളിച്ച് ചോദിച്ചു, ഈ ഭഗവത്ഗീതയെ പരാജയമാണ്, കൃഷ്ണൻ പരാജയമാണ്. വലിയ ചർച്ചയൊക്കെ അവിടെ ഉണ്ടായി. പറഞ്ഞ ആള് ഗുരുവായൂർ ദേവസ്വത്തിന്റെ വലിയ അഡ്വൈസറൊക്കെയാണ്. എന്നിട്ടാണ് ഇരുന്ന് പറയുന്നത് ഭഗവത്ഗീതയെ പരാജയമാണ്, കൃഷ്ണൻ പരാജയമാണ്, സങ്കല്പാണെന്നൊക്കെ. അപ്പൊ ഇതൊക്കെ ഇന്നും ബുദ്ധിമാന്മാര് ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്നവർ ആവർത്തിക്കുന്നു. കാരണം എന്താണ്? ഭഗവത്ഗീത യുദ്ധത്തിന്റെ തന്ത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് സമാധാനകാംക്ഷികളാണ് അല്ലേ, എന്തിനാ പഠിക്കേണ്ട കാര്യം? എവിടെ യുദ്ധതന്ത്രം പറഞ്ഞു കൊടുക്കുന്നത്? എവിടെ അർജുനൻ ചോദിച്ചിരിക്കുന്നത്? അർജുനൻ ഒറ്റ ചോദ്യമേ ചോദിച്ചോളൂ, യസ് ശ്രേയഃ. എന്താണ് കൃഷ്ണ പരമമായ ശ്രേയസ്? അതെനിക്ക് നിശ്ചിതം ബ്രോഹി, ഉറപ്പിച്ചു പറഞ്ഞാലും. യുദ്ധവിജയം അർജുനൻ ചോദിച്ചിരുന്നെങ്കിൽ കൃഷ്ണൻ എത്ര എളുപ്പമായിരുന്നു പരിപാടി. കൃത്രിമ സൂര്യഗ്രഹണം പോലെ ഉണ്ടാക്കി ജയദ്രഥനെ വധിക്കാൻ കൂട്ടുനിന്ന കൃഷ്ണന് തന്റെ പ്രിയ സുഹൃത്തിനൊരു ആപത്ത് നേരിട്ടപ്പോൾ ഒരു നിമിഷം കൊണ്ട് ശത്രുക്കളെ വകവരുത്തായിരുന്നു ഇല്ലേ, ചാമ്പലാക്കി കൂടായിരുന്നോ? പക്ഷെ അതല്ല ചോദിച്ചത്. എനിക്ക് പരമമായ ശ്രേയസ് ഉപദേശിച്ചു. ഇവിടെ ശ്രേയസ്സെന്നും പ്രേയസ്സെന്നും 2 വഴികളുള്ളപ്പോ ബഹുഭൂരിപക്ഷ ആൾക്കാരും ഈ പ്രേയസിന്റെ വഴിയാണ് പോകുന്നത്. നമുക്കറിയാം. കാരണം അത് കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. നശിച്ചു പോയാൽ, പെട്ടെന്ന് പോയാലും കുഴപ്പമില്ല, നമുക്ക് അനുഭവിക്കാൻ വളരെ എളുപ്പം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയങ്ങളെ അനുഭവിച്ച് മുന്നോട്ട് പോവുക. കുറെ കാലം കഴിയുമ്പോൾ നമുക്കറിയാം എല്ലാ ഇന്ദ്രിയങ്ങളും ഡിപ്രീസിയേഷൻ സംഭവിക്കും, കണ്ണും കാതും ഒക്കെ അടിച്ചു പോകും. പക്ഷെ നമ്മുടെ മനസ്സ് ചെറുപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിശ്ചിത സമയം എത്തുമ്പോൾ ഈ മനസ്സെന്ത് ചെയ്യുന്നു? വീണ്ടും വിഷയങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ പല്ലില്ല, ചെവി കേൾക്കാൻ മേല, കണ്ണും വയ്യ. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ മനസ്സിന് 2 ധ്രുവങ്ങളായിട്ടിരിക്കുന്ന നമ്മുടെ ജീവിത സായാഹ്നത്തെയാണ് ഏറ്റവും വലിയ ദുരന്തം. പുണ്യമായൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് ജീവിത സായാഹ്നം ഏറ്റവും അശാന്തിയോടുകൂടി കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പുണ്യമായ ജന്മത്തിന്റെ മഹത്വം അറിയാതെ പോയല്ലേ. ഈ പ്രേയസിന്റെ വഴിയെ പോകുന്നവരൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. സംശയം ഉണ്ടെങ്കിൽ പ്രായമായ മുത്തശ്ശിമാരോടൊക്കെ രഹസ്യമായിട്ട് ചോദിച്ചാൽ അവർ പറയും ഗുരുവായൂരപ്പനെ വിളിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ മനസ്സ് പല വിഷയങ്ങളുടെയും പിന്നാലെയാ പോകുന്നത് അല്ലേ. എന്നാൽ ശ്രേയസിന്റെ വഴി അവര് ആ മാർഗം തിരിയുന്നവരുടെ എണ്ണം കുറവായിരിക്കും. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഡെപ്പോസിറ്റ് ആണ്. ഈ ജന്മത്തിന്റെ മഹത്വം അറിയുന്നവർക്ക് മാത്രമേ അങ്ങോട്ട് വരാൻ സാധിക്കുള്ളൂ. അത് ജീവിതം പ്രായം കൂടുന്തോറും ആ ഡെപ്പോസിറ്റ് കൂടി ജീവിത സായനത്തിൽ പരമമായ ശാന്തിയിലേക്ക്, ശുഭകരമായ അന്ത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മാർഗത്തെയാണ് ശ്രേയസ് എന്ന് പറയുന്നത്. ഇതിന് മറുപടിയാണ് ഗീതാ ഉപദേശം.
ഈ ചോദ്യം ഇടയ്ക്കിടയ്ക്ക് അർജുനൻ ആവർത്തിക്കുന്നുണ്ട്. ഭഗവാൻ ഉത്തരം പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇതാണ് ശ്രേയസ്, ഇതാണ് ശ്രേയസ്. 11-ാം ശ്ലോകം മുതൽ തന്റെ ഉപദേശം ആരംഭിക്കുന്നു. അശോച്യാനന്യശോചസ്ത്വം പ്രജ്ഞാവാദം സഭാഷസി ഗദാസോന ഗദാസോന്ന അനുശോചന്തി പണ്ഡിതാഹ. ഹേ അർജുന, നീ ദുഃഖിക്കുവാൻ അവകാശമില്ലാത്തവർ ദുഃഖിക്കുന്നു, പണ്ഡിതന്മാരുടെ മട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? വാസ്തവത്തിൽ സംഭവങ്ങളല്ല നമ്മുടെ ദുഃഖത്തിന് കാരണം. ഇവിടെ എത്രയോ സംഭവങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. 2 വർഷം മുമ്പ് യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചു. എന്തോ ഒരു ടെൻഷനായിരുന്നു മലയാളികൾക്ക്. കാരണം എന്താണ്? 10,000 എണ്ണ MBBS പഠിക്കാൻ പോയിട്ടുണ്ട്. അവസാനം അവരെ മുഴുവൻ ആൾക്കാരെയും സർക്കാർ ചെലവില് നാട്ടിൽ തിരിച്ചെത്തിച്ച് അവർ വളർത്തുന്ന നായക്കുട്ടിയെ പോലും കൊണ്ടുവന്ന് ചാനലുകാരെ സർട്ടിഫൈ ചെയ്തപ്പോഴും നമ്മുടെ ടെൻഷനൊക്കെ കഴിഞ്ഞു. യുദ്ധം ഇപ്പോഴും ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലപ്പെട്ടുകൊണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ ഒരു കുഴപ്പമില്ല. രാവിലെ ചായയൊക്കെ വായിച്ചുകൊണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ട് നമ്മൾ പേപ്പർ വായിച്ചതൊക്കെ വായിക്കൂല്ലേ? സംഭവങ്ങളല്ല നമ്മുടെ ദുഃഖത്തിന് കാരണം. ഇതുമായിട്ട് എനിക്ക് നിങ്ങൾക്കുള്ള ബന്ധമാണ് നമ്മുടെ ദുഃഖത്തിന്റെ അളവിനെ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. ഈ മമത്വമാണ്. നീ ആരെ ഓർത്താ ദുഃഖിക്കുന്നത്? ഈ ഭീഷ്മരേന്ദ്രവണരെയൊക്കെ ഓർത്താണോ? ഇവരൊക്കെ പണ്ടേ ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറെ രൂപത്തിൽ വരും. എപ്രകാരമാണോ നമ്മുടെ ശരീരത്തിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇതുപോലെ അന്യ ശരീരപ്രാപ്തി എന്നറിഞ്ഞുകൊള്ളുക. വാസാംസജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി. മുഷിഞ്ഞ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രം സ്വീകരിക്കുന്ന പോലെയാണ് ഒരു പഴയ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിക്കുക എന്ന് പറയും. പക്ഷെ ശരീരത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ, വസ്ത്രത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പം മനസ്സിലാവും. ശരീരത്തിന്റെ കാര്യം നമുക്ക് അത്ര പെട്ടെന്ന് കൊണ്ട് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? അങ്ങനെയാണ് എല്ലാവരും സെഞ്ചുറി അടിച്ചിട്ട് ഇവിടുന്ന് പോവുള്ളൂ. പക്ഷെ നമ്മൾ കാണുന്നത് മുഴുവൻ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നു, ചെറുപ്പക്കാർ മരിക്കുന്നു, യുവാക്കൾ മരിക്കുന്നു. ഇതെന്താ കാരണം? ഏത് ശരീരത്തിന്റെ കാര്യം അവിടെ പറഞ്ഞത്? നമുക്കറിയാം, നമുക്ക് 3 ശരീരമുണ്ട്. കാരണ ശരീരം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം ഒക്കെ അല്ലേ? ഇതൊക്കെ നമുക്ക് രാവിലത്തെ ക്ലാസ്സിൽ ഉപനിഷത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളാണ്. അപ്പൊ എന്തായാലും സൂക്ഷ്മ ശരീരത്തിന്റെ കാര്യമാണ്. അതനുസരിച്ചാണ് ഇങ്ങനെ 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽ 30-ാം ശ്ലോകം വരെ അതിഗംഭീരമായ ആശയങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്. അർജുനന്റെ ഈ അവസ്ഥയിൽ ഇതൊന്നും മനസ്സിലാവില്ലെന്ന് കൃഷ്ണൻ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇതിലൂടെ താഴോട്ട് വന്ന് ക്ഷത്രിയന്റെ ധർമ്മത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അവസാനം അർജുനന്റെ ഒരു ചോദ്യം, സ്ഥിതപ്രജ്ഞസ്യ ഭാഷ സമാധിസ്ഥസ്യ കേശവ. ഹേ കൃഷ്ണ, ഈശ്വര സാക്ഷാത്കാരം നേടിയ ഒരാളുടെ ലക്ഷണം എന്താണ്? ജ്ഞാനത്തിന്റെ ലക്ഷണം 18 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ അതിന്റെ മറുപടി പറയുന്നു. ഭഗവത്ഗീതയിലെ ഏറ്റവും സുന്ദരങ്ങളായ 18 ശ്ലോകങ്ങൾ. നമ്മളൊക്കെ ആത്യന്തികമായി എത്തിച്ചേരേണ്ട നമ്മുടെ ജീവിത ലക്ഷ്യത്തെ വിവരിക്കുകയാണ് അവിടെ. അതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ. ഇതാണ് അർജുന ബ്രഹ്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം. ഒരു സയൻസ് പ്രൊഫസർ തന്റെ ടെസ്റ്റ് ട്യൂബിൽ ഇത് സൾഫൂരിക് ആസിഡ് ആണെന്നൊക്കെ എടുത്ത് കാണിച്ചു തരുന്ന പോലെയാണ് ഭഗവാൻ പറയുന്നത്. ഒരു സംശയമില്ലാതെ ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം. ആകും, ആകാതിരിക്കാം, ആകാൻ അങ്ങനെയൊന്നുമല്ല പറയണത്, ഇതാണ് ഉറപ്പിച്ചു പറയുകയാണ് യുക്തിപൂർവം. സ്ഥിത്വാസ്യാം അന്ധകാലേബി. ജീവിത സായാഹ്നത്തിലെങ്കിലും നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ എന്നിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട് അല്ലേ? അല്ലെ ചിലർക്കൊക്കെ തോന്നും കുറച്ചുകൂടെ നേരത്തെ കേൾക്കേണ്ടിയിരിക്കുന്നു. കുഴപ്പമില്ല, ഇപ്പൊ തോന്നിയാൽ പോലും ഇത് മനസ്സുറപ്പിച്ചാൽ തീർച്ചയായിട്ടും എന്നിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് സ്വാന്തനിപ്പിച്ചുകൊണ്ടാണ് ഇതിനെ അവസാനിപ്പിച്ചുകൊണ്ട് 3-ാം അപ്പൊ ലക്ഷ്യം പറഞ്ഞു. ഇനി ആ ലക്ഷ്യം എത്തിച്ചേരാനുള്ള മാർഗങ്ങളാണ് ഇനിയുള്ള എല്ലാ അധ്യായങ്ങളും. അനവധി മാർഗങ്ങൾ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭക്തിയോ ജ്ഞാനമോ കർമ്മമോ യോഗമോ എന്ത് വേണമെങ്കിലും. അതുകൊണ്ട് 3-ഉം 4-ഉം അധ്യായങ്ങള് കർമ്മം, കർമ്മയോഗം, യജ്ഞം, കുറെ പദങ്ങൾ ഭഗവാൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കർമ്മങ്ങളെ കർമ്മയോഗമായിട്ട് ഈശ്വര പൂജയായിട്ട് അനുഷ്ഠിച്ചുകൊണ്ട്, യജ്ഞരൂപത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ അന്ധകരണ ശുദ്ധി കൈവന്ന് ഭഗവത് പ്രാപ്തി കൈവരാം. നമുക്കൊക്കെ കർമ്മം ചെയ്ത് ജീവിക്കുന്നവരാണ്. വീട് വിട്ട് പോകാൻ പറയുന്നില്ല, വനാന്തരത്തിൽ ആശ്രമത്തിൽ പോകാൻ ഒന്നുമല്ല പറയുന്നത്. നിങ്ങളുടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവത് സാക്ഷാത്കാരം എങ്ങനെ നേടാൻ സാധിക്കുമെന്നുള്ള വളരെ ലളിതമായൊരു മാർഗമാണ് 3-ഉം 4-ഉം അധ്യായങ്ങളോടെ പറയുന്നത്. കർമ്മത്തെ കർമ്മയോഗമായിട്ട് അനുഷ്ഠിക്കുക, യജ്ഞരൂപത്തിൽ അനുഷ്ഠിക്കുക. യജ്ഞം എന്ന വാക്കിനെ ഇന്നത്തെ കാലത്ത് വളരെ പരിചിതമായൊരു വാക്കമാണ് ഈ യജ്ഞമെങ്കിലും ഭഗവാൻ വളരെ കാലോചിതമായി വൈദികമായ യജ്ഞത്തെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പറയുന്നു. സമർപ്പണം, നിസ്വാർത്ഥത, സഹകരണം, ലോകക്ഷേമം. ഈ 4 കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു കർമ്മം യജ്ഞകർമ്മമായിട്ട് മാറുന്നത്. കർമ്മത്തിലേക്ക് നമ്മെ സമർപ്പിക്കാൻ സാധിക്കണം.
സമർപ്പണം ഉണ്ടാവണമെങ്കിൽ സ്നേഹം ഉണ്ടാവണം. സ്നേഹം ഉണ്ടെങ്കിൽ സമർപ്പണം ഉണ്ടാവുള്ളൂ. ഒരു അമ്മയ്ക്ക് കുട്ടിയോടുള്ള സമർപ്പണം പോലെ അത് സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. കുട്ടിയുടെ സുഖവും ദുഃഖമൊക്കെ അമ്മയുടെ സുഖവും ദുഃഖമാണ് അല്ലേ? അപ്പോൾ ഒന്നാമത് സമർപ്പണം ഉണ്ടാവണം. രണ്ടാമത് നിസ്വാർത്ഥത, ഒട്ടലില്ലാതെ മമത്വമില്ലാതെ കർമ്മം ചെയ്യണം. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണം. ഇത് ഗീതാജ്ഞാന യജ്ഞമാണ് അല്ലേ? എല്ലാവരും സഹകരണം ഇല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്ര സഹകരണമുണ്ട്. ഓരോ സംവിധാനങ്ങള് സഹകരണം വേണം. അതുപോലെ ആത്യന്തിക ലക്ഷ്യം ലോകക്ഷേമമാണ്, സമൂഹത്തിന്റെ ക്ഷേമമാണ്. ഈ 4 ഘടകങ്ങളോട് ചെയ്യുന്ന കർമ്മത്തെയാണ് നമ്മൾ യജ്ഞകർമ്മം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പൊതുജന പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന എല്ലാ കർമ്മവും യജ്ഞകർമ്മമാണ്. സാക്ഷരതാ നിർമ്മാർജ്ജന യജ്ഞം, പോളിയോ നിർമ്മാർജ്ജന യജ്ഞം അല്ലേ? യജ്ഞം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഈ 4 ഘടകങ്ങളൊക്കെ അവിടെ ചേർന്നിട്ടുണ്ട്. അപ്പൊ വൈദികമായ ഒരു യജ്ഞത്തെ പാർത്ഥസാരഥി ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഈ രൂപത്തിൽ ഇങ്ങനെ അവതരിപ്പിച്ചു തരികയാണ് നമുക്ക് യജ്ഞം എന്ന പേരില്. ഇനി 5-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ 5ഉം 6 അധ്യായങ്ങള് ഏത് പ്രകാരത്തെയാണ് ത്യാഗം അനുഷ്ഠിക്കേണ്ടത് എന്ന് രസകരമായിട്ട് അവതരിപ്പിക്കുകയാണ്. 6-ാം അധ്യായത്തിൽ ധ്യാനത്തെക്കുറിച്ച് വളരെ ലളിതമായ ഒരു വിവരണം നൽകുന്നു. 6 അധ്യായം വരെ മനുഷ്യനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 7-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഭഗവാൻ ഈ പ്രകൃതി മുഴുവൻ വിഷയമാക്കുകയാണ്. വിശാലമായ പ്രപഞ്ചം മുഴുവൻ പ്രതിപാദന വിഷയമാകുന്നു. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും ഞാനാണ്. സൂത്രേ മണിഗണ ഇവ, ഒരു മാലയിൽ കോർത്ത ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെ എല്ലാം എന്നിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അതിഗംഭീരമായി പ്രകൃതി വർണ്ണനയൊക്കെ ഭഗവാൻ നടത്തുന്നു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാലഗണനയെ കുറിച്ച് പറയുന്നു. മരണാനന്തരത്തെ നമ്മുടെ ഗതിയെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നു 8-ാം അധ്യായം. 9ലേക്ക് രാജവിദ്യ രാജഗുഹ്യം, റോയൽ സീക്രട്ടാണ് പിന്നീട് നമ്മുടെ ഭഗവത്ഗീതയുടെ ഒത്ത നടുവിൽ വരുന്ന അധ്യായം. അതിഗംഭീരമായ ഭഗവാന്റെ വ്യാഖ്യാനങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഏത് പ്രകാരമാണോ ഈ പ്രപഞ്ചം തന്നിൽ സ്ഥിതി ചെയ്യുന്നത്. മസ്താനി സർവഭൂതാനി, തന്റെ നില ഭഗവാൻ അതിഗംഭീരമായിട്ട് അവിടെ വർണ്ണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 9-ാം അധ്യായത്തിൽ 16, 17, 18, 19 ശ്ലോകങ്ങൾ. ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്. ഓരോ പദങ്ങളും ഭഗവാൻ തന്നെ വർണ്ണിക്കുകയാണ്. താൻ നമ്മുടെ ഒരു സുഹൃത്തായിട്ട് ഭഗവാൻ ഇരിക്കുന്നു. നിധാനമാണ്, ബീജമാണ്, അവ്യയമാണ് അല്ലേ? ഓരോ ഭാവത്തിൽ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഭഗവാനെ തന്നെ പരിചയപ്പെടുത്തി തരുന്ന രാജവിദ്യയാണ് 9-ാം അധ്യായത്തിലെ പ്രമേയം. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ തന്റെ വിഭൂതിയായിട്ട് പരിചയപ്പെടുത്തുന്നു. 11-ാം അധ്യായത്തില് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തന്റെ ആ ഒരു വിശ്വരൂപത്തിന്റെ പ്രകടനമാണ്. 12-ാം അധ്യായത്തില് വളരെ ലളിതമായ ഭക്തിയോഗം എന്ന മാർഗത്തെ പറയുന്നു. പക്ഷെ ഭക്തിയോഗം എന്ന മാർഗം ഭഗവാൻ പറയുന്നത് വേറൊരു രൂപത്തിലാണ്. നമ്മളൊക്കെ പലപ്പോഴും ഗീതായജ്ഞമൊക്കെ പല ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലൊക്കെ പറയുമ്പോൾ ഈ സംഘാടകർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വാമിജി, അധികം കട്ടിയായൊന്നും പറയണ്ട, ഇവിടെ ഭക്തി പറഞ്ഞാൽ മതി. ഭഗവത്ഗീത ഒരു ഭക്തിയോഗം ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് പലപ്പോഴും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭക്തിയോഗം? ഇവിടെ ഭക്തിയോഗമൊക്കെ ഗീതയിലെ ഭക്തിയോഗം പറഞ്ഞിട്ട് നാളെ ഇവിടെ ഭക്തന്മാര് വഴിപാട് കഴിക്കാൻ വരുന്നവർ നാളെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കാരണം ഭഗവാൻ വർണ്ണിക്കുന്ന ഭക്തി അതൊന്നുമല്ല. എനിക്ക് അർച്ചന ചെയ്യാൻ വരുന്നവരോ അല്ലെങ്കിൽ അവരൊന്നുമല്ല. പ്രത്യേകിച്ച് 8 ശ്ലോകങ്ങൾ എന്റെ യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം വിചാരിക്കുന്നു അല്ലേ? അതിഗംഭീരമായ. എന്തായാലും അങ്ങനെ 12 അധ്യായങ്ങൾ. എത്ര മാർഗങ്ങളാണ് പറഞ്ഞിരുന്നത് ഈ ലക്ഷ്യത്തിലേക്കല്ലേ? നമുക്ക് നമ്മുടെ ആചാര്യന്മാരൊക്കെ എത്രയോ ദയാലുക്കളാണ്. കാരണം മറ്റുള്ളവരൊക്കെ ഒരൊറ്റ മാർഗം മാത്രമാണ് പറയുന്നത്. സ്വർഗത്തിലേക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ഞങ്ങളുടെ വഴിയാണ്, വരൂ എന്ന് പറഞ്ഞ ഇങ്ങനെ ആളിനെ കൊണ്ട് റിക്രൂട്ട് ചെയ്യുന്ന ഈ ബസ് സ്റ്റാൻഡിലൊക്കെ നാട്ടൊക്കെ വിളിച്ചു കൂന്നാണ്, അലറി വിളിച്ചുകൊണ്ട് വരൂ 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 എന്നും പറഞ്ഞു അല്ലേ? എത്ര ഏജന്റുമാരാ ഉള്ളത്? നമുക്കിവിടെ അനേകം മാർഗങ്ങള്. ഏത് മാർഗത്തിലൂടെ പോവാം. ഇപ്പൊ 3-ാം അധ്യായം തുടങ്ങുന്നതന്നെ നോക്കാം അർജുനന്റെ ഒരു ചോദ്യത്തോടു കൂടിയാണ്. അങ്ങ് 2-ാം അധ്യായം ഈ ജ്ഞാനത്തെക്കുറിച്ച് അത് ഗംഭീരമായിട്ട് വർണ്ണിച്ചു. എന്നിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു വല്ല തപസ്സം ചെയ്ത് പൊക്കോളാന്ന്, വനത്തിൽ പോയി ഇരുന്നോളാന്ന് പറഞ്ഞാൽ, എന്നിട്ട് എന്നോട് പറയുകയാണ് വന്ന് യുദ്ധം ചെയ്യുക, കർമ്മം ചെയ്യുക. ക്ഷത്രിയന്റെ ധർമ്മമാണല്ലോ. എന്നിട്ട് അങ്ങ് എന്താ പറയണത്? ജ്ഞാനമാണ് പരമമായ പ്രാപ്തി. ജ്ഞാനത്തിലൂടെ ലക്ഷ്യത്തെ ഒരാളുടെ ലക്ഷണമൊക്കെ ഗംഭീരമായിട്ട് വിവരിച്ചു അല്ലേ? എന്റെ കൃഷ്ണ, ഇത് കേട്ടിട്ട് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് 2-ൽ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞു തരിക, ഞാൻ അനുസരിച്ചോളാം.
ഈ പറയുന്ന കർമ്മമാർഗമാണോ ജ്ഞാനമാണോ ശ്രേയസ്കരം? അവിടെ അർജുനൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ശ്രേയസ്. ഇടയ്ക്കിടയ്ക്ക് അർജുനൻ ചോദിക്കുന്ന ശ്രേയസ്സാണ് അല്ലേ? ശ്രേയസ് അത് ഒരെണ്ണം പറഞ്ഞുതരാൻ. അവിടെ 3-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഭഗവാൻ പറയുന്നു, ഈ 2 മാർഗവും ഞാൻ തന്നെയാണ് ഉപദേശിച്ചത്. ഏതെങ്കിലും ഒരെണ്ണം ശ്രേയസ് എന്ന് അവിടെ പറഞ്ഞില്ല. പറഞ്ഞാൽ അത് പ്രമാണമായി പോവും. ഭഗവാൻ പറഞ്ഞാൽ 2ഉം ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത്. ഓരോരുത്തർക്കും അധികാരി ഭേദമനുസരിച്ച് ഇഷ്ടപ്പെട്ട മാർഗത്തെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാകരുത് അല്ലേ? ഒരു മരത്തിന്റെ മുകളില് ഒരു പഴം കിടക്കുന്നു. ഒരു പക്ഷിക്ക് അനായാസകരമായിട്ട് പറന്നുപോയി ആ പഴം കൊത്തിയെടുക്കാം. എനിക്കോ നിങ്ങൾക്കോ ആ പഴം വേണമെങ്കിൽ പറക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗോവണിയൊക്കെ കൊണ്ടുവന്ന് ചാരി അതിന്റെ മുകളിൽ പടി കയറിയതിന്റെ മുകളിൽ നമുക്ക് പഴം കിട്ടും. 2 പേരും 2 മാർഗം അവലംബിച്ചു. ഒരു ജ്ഞാനി ഈ പക്ഷിയെ പോലെയാണ്, വളരെ അനായാസകരമായിട്ട് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവര്. നമ്മൾ ജ്ഞാനിയായിട്ടില്ല, സാധകന്മാരാണ്. സാധകൻ എന്ത് ചെയ്യണം? സാധനയുടെ പടിയിൽ കൂടി കയറി 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 ലക്ഷ്യത്തിലെത്തുന്നതിനെയാണ് സാധകൻ. സാധനയിലൂടെ സാധ്യത്തിൽ എത്തുമ്പോൾ അവനെ വിളിക്കുന്ന പേരാണ് ജ്ഞാനി അല്ലെങ്കിൽ സിദ്ധൻ. ഭഗവാൻ ശങ്കരാചാര്യരുടെ മരണമൊഴി എന്നൊക്കെ പറയുന്ന ഒരു കൃതിയുണ്ട്. സാധന പഞ്ചകം ഇതാണ് അല്ലേ? ആ സാധനയുടെ 40 പടികളാണ് അതിൻ്റെ അത് പറയുന്നത്. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മ സ്വനുഷ്ഠീയതാം തേനേ സസ്യ വിധീയതാം അപചിതിക്കാമീം അതിസ്തജ്യതാം. ഇങ്ങനെ ഓരോരോ പടികൾ കയറി 40ാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോൾ ബ്രഹ്മാസ്മീതി സ്ഥിതി അല്ലേ? പരമമായ സാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിൽ 1ാമത്തെ പടി എന്താണ്? വേദോ നിത്യമധീയത. ഈ സത്സംഗങ്ങളും ശാസ്ത്രപഠനം തന്നെയാണ് പറയുന്നത്. ഇത് ഉണ്ടെങ്കിൽ ബാക്കി 39 സ്റ്റെപ്പ് നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. ഈ അറിവില്ലെങ്കിൽ ഒന്നും കാര്യമില്ലല്ലേ? അപ്പോ അതൊരു മാർഗം, സാധനയുടെ മാർഗമാണ് പറയുന്നത്. മറ്റൊരു ഓൾറെഡി തന്നെ അവിടെ ജ്ഞാനിയായിട്ട് എത്തിക്കഴിഞ്ഞു. 2 പേർക്കും 2 മാർഗം അല്ലേ? 2 പേർക്കും. അപ്പം ഈ ജ്ഞാനിയുടെ അടുക്ക പോയിട്ട് ഇനി പോയി കർമ്മം ചെയ്യാൻ പറയേണ്ട കാര്യമില്ല. എന്തായാലും ഇങ്ങനെ അനവധി മാർഗങ്ങളെ പറഞ്ഞുകൊണ്ട് 18ാം അധ്യായം മോക്ഷസന്യാസ യോഗം എന്ന അധ്യായത്തില് ഒരു റിവിഷൻ പോലെ എല്ലാത്തിനെയും ആവർത്തിച്ച് പറഞ്ഞ് പരമലക്ഷ്യത്തെ പറഞ്ഞുകൊണ്ടാണ് ഭഗവത്ഗീത അവസാനിപ്പിക്കുന്നത്. അവസാന ശ്ലോകം. നമുക്കൊക്കെ ഏറ്റവും വലിയ ഭയം മരണഭയം തന്നെയാണ്. പലർക്കും ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, കൃഷ്ണ ഗുരുവായൂരപ്പൻ ഞങ്ങൾ വിളിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും പോവാൻ ആർക്കും ഇഷ്ടമില്ലല്ലേ? എന്നാൽ സാക്ഷാൽ യമധർമ്മരാജാവ് തന്നെ വന്ന മരണരഹസ്യം മുഴുവൻ ഉപദേശിച്ചിരുന്ന കഠോപനിഷത്ത് നമ്മുടെ കയ്യിലുണ്ട്. ആ കഠോപനിഷത്തിലെ 1ാം അധ്യായം അവസാനിക്കുമ്പോൾ യമധർമ്മരാജാവ് എന്താ പറയുന്നത്? നിജേസനോട് മൃത്യുസ്സ ഉപസേചനം. ആരാണോ ഇത് പഠിക്കുന്നത് അവർക്ക് ഞാൻ തൊട്ടുകൂട്ടാനുള്ളൊരു അച്ചാറാവുമെന്ന് മരണം. നമ്മളൊരു സദ്യ ഉണ്ണുമ്പോൾ 10-25 കൂട്ടം കറിയുണ്ട്. അച്ചാറ് ഉപ്പേരി പോലെ വാരി കഴിക്കാറില്ലല്ലേ? അപ്രധാന കറിയാണ്. അതുപോലെയാണ് ഈ മരണത്തെ ഉപ്പിലിട്ട കറി അപ്രധാനമാക്കുന്ന രഹസ്യമാണ് ഇവിടെ പറയുന്നത്. അതേ കഠോപനിഷത്തിലെ 13ാമത്തെ അധ്യായത്തിന്റെ 17 മന്ത്രങ്ങളാണുള്ളത്. ആ 17 മന്ത്രവും കഴിഞ്ഞിട്ട് അവിടെ യമധർമ്മരാജാവ് പറയുന്നത്, അതിൻ്റെ അകത്താണ് ഈ രഥകൽപ്പനയൊക്കെ വരുന്നത്. നമ്മുടെ ജീവിതയാത്ര മുഴുവൻ വർണ്ണിക്കുന്ന 17 മന്ത്രം കഴിഞ്ഞിട്ട് പറയുന്നു, ശ്രാദ്ധം ചെയ്യുന്ന സ്ഥലത്ത്, മരണാനന്തര ചടങ്ങ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇതിരുന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് മുക്തി കിട്ടുമെന്ന് ഭഗവാൻ സാക്ഷാൽ യമധർമ്മരാജാവ് തന്നെ സർട്ടിഫൈ ചെയ്യുന്ന മന്ത്രങ്ങളുള്ള ഉപനിഷത്താണ് അല്ലേ? അപ്പൊ നമ്മൾ പഠിക്കണം, വേണ്ടിടത്തൊക്കെ ചൊല്ലണം. നമ്മൾ ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ്? മൃത്യുഭയം പിന്നെ എവിടെയാ ഉണ്ടാവുക? അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീത പറഞ്ഞു വന്നത് 2ാം അധ്യായത്തിന്റെ 18ാം അധ്യായത്തിന്റെ അവസാനം ഇതേ ആശയം പറഞ്ഞുകൊണ്ടാണ് ഗീത അവസാനിപ്പിക്കുന്നത്. സഞ്ജയന്റെ വാക്കുകൾ കൂടി എന്താണ്? എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുധര തത്ര ശ്രീ വിജയോ ഭൂതഹി ധ്രുവാനേതിർ മധർമ്മ. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, ധനുസേന്റെ അർജുനനുള്ളത്, അവിടെയാണ് നമുക്ക് വിജയം, ഐശ്വര്യം, സമ്പത്ത്, ഇളകാത്ത നീതി, ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ 4 കാര്യങ്ങൾ ഇതിലെല്ലാം ഉണ്ട്. ഇതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഗീത അവസാനിക്കും. അതായത് നമുക്ക് ഏറ്റവും വലിയ ഭയമൊക്കെ ഇല്ലാതാണെങ്കിൽ വേണ്ട ഈ 4 കാര്യങ്ങളാണ്. ഒന്ന് ഈശ്വരാനുഗ്രഹം. ഇതാണ് യോഗേശ്വരനായ കൃഷ്ണൻ. കൃഷ്ണനെ പല രൂപത്തിൽ നമുക്ക് കാണും. എല്ലാവർക്കും ഉണ്ണികൃഷ്ണനും എണ്ണകൃഷ്ണനും ഒക്കെ ഇഷ്ടമല്ലേ? പക്ഷെ ഇവിടെ ഗുരുവിന്റെ ഭാവത്തിലാണ് വരുന്നത്. യോഗേശ്വരനായ കൃഷ്ണനാണ്. മറ്റേ ഭാഗത്ത് ധനുസേന്ത്യ പാർത്ഥനാണ്.
വെറും പാർത്ഥനല്ല, ധനുസ്സേന്ത്യ പാർത്ഥൻ. കർമ്മോത്സുകനായ മനുഷ്യന്റെ പ്രതീകമാണ് ഇവിടുത്തെ അർജുനൻ. എന്നോട് നിങ്ങളോടും പറയുമ്പോ എന്താ പറയേണ്ട? നമ്മളാരും മില്ലെടുത്തുണ്ടല്ലോ പോകുന്നത്. ഒരു ടീച്ചറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനാണെങ്കിൽ കലപ്പയന്റെ കൃഷിക്കാരൻ, ഒരു എഴുത്തുകാരനാണെങ്കിൽ തോലിയന്റെ എഴുത്തുകാരൻ എന്ന് പറയാം, ഒരു ഡോക്ടറാണെങ്കിൽ സ്റ്റെതസ്കോപ്പിന്റെ ഡോക്ടർ എന്ന് പറയാം, അല്ലേ? കർമ്മോത്സുകനായ മനുഷ്യൻ അവന്റെ കർമായുധവുമായിട്ട് കർമ്മക്ഷേത്രത്തിലേക്ക് പോകുന്നു. തയ്യാറായി പോകുമ്പോൾ ആര് സഹായിക്കാനുണ്ടാവും? യോഗേശ്വരനായ കൃഷ്ണൻ ഗുരുവിന്റെ ഭാവത്തിൽ നമ്മളെ സഹായിക്കാനുണ്ടാവും. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്നിടത്ത് എന്തുണ്ടാവും? വിജയം, ഐശ്വര്യം, സമ്പത്ത്, നീതി. ഇത് പറഞ്ഞാൽ അവസാനിക്കുന്നത്. ഇതാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ചൊല്ല്, താൻ പാതി, അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സന്നദ്ധനാവുക. കർമ്മോത്സുകനായി മുന്നോട്ട് വരുമ്പോൾ ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും നമ്മളെ തേടി ഉണ്ടാവും. ഭഗവത്ഗീത ഒരു സാധാരണ മനുഷ്യനുള്ള സന്ദേശമാണ്. നമ്മുടെ മഹത്തായ രാഷ്ട്രത്തിന്റെ ദേശീയ പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്ന ഗ്രന്ഥമാണ്. ഭഗവാൻ ശങ്കരാചാര്യരുടെ വീക്ഷണത്തില് സർവസാര സംഗ്രഹ സംഭൂതം എന്നാ പറയുക. സർവ വേദാന്ത ആശയങ്ങളുടെയും സാരത്തെ സംഗ്രഹിച്ചതാണ് ഭഗവത്ഗീത. അതിനാൽ ഭഗവത്ഗീതയുടെ പഠനം നമ്മുടെ ജീവിതത്തിന്റെ വേദങ്ങളെ മുഴുവൻ, നമ്മുടെ പൈതൃകങ്ങളെ മുഴുവനും പഠിക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ ഇതിന്റെ ശ്രവണം സാധ്യമാവൂ. നാം വിചാരിച്ചാൽ പോലും, ഇപ്പൊ ഇത് തന്നെ കേൾക്കണമെന്ന് വിചാരിച്ചിരുന്ന ചിലരുണ്ടാവും. ഇന്ന് അവസാന നിമിഷം എന്തെങ്കിലും വിഘ്നം വന്നിട്ടുണ്ടാവും, അല്ലേ? അത് ശരിക്കും ഈശ്വരാനുഗ്രഹം തന്നെയാണ് വേണ്ടത്. ഓർമ്മിക്കുക, നമ്മൾ ഓരോരുത്തരും ഏതേത് രംഗത്ത് വിഹരിക്കുന്നവരായാലും ആ രംഗത്തിരുന്നത് കൊണ്ട്, അതിലെ കർത്തവ്യ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ സാഫല്യത്തെ പ്രാപിക്കാം എന്നാണ് ഭഗവത്ഗീത നൽകുന്ന സന്ദേശം. ഗീത ഉപദേശിക്കുന്നയാളും ഗീത കേൾക്കുന്നയാളും ഔപചാരികമായി യതിവര്യനോ സന്യാസിയോ അല്ല. സാധാരണക്കാരൻ, നമ്മളെ പോലെ കർമ്മക്ഷേത്രത്തില് വിരാജിക്കുന്നവരാണ്. അപ്പൊ തത്വശാസ്ത്രം, ദാർശനികമായ സംഹിത മനുഷ്യന്റെ ആന്തരികമായ പരിവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. മതം സംഘടിതമാകുന്നത് ശ്രീബുദ്ധന്റെ കാലത്തിന് ശേഷമാണ്. അതുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ ഒരു സംഘടിതമായ മതപ്രവർത്തനവും ഈ ഭാരതത്തിലാണ് ആരംഭിച്ചത്. സംഘം ശരണം ഗച്ഛാമി, അല്ലേ? എന്നാലും നമ്മുടെ ഭാരതീയ സംസ്കാരത്തില് അങ്ങനെ സംഘടിതമായൊരു മതപ്രചരണമൊന്നും ആവശ്യമില്ലായിരുന്നു. കാരണം ഇവിടെ ഓരോരുത്തരും കണ്ടുവരുന്നത്, അവന്റെ മുതിർന്ന അംഗങ്ങൾ വീട്ടിൽ ആചരിച്ചു വരുന്ന കുറെ വിചാരങ്ങളുണ്ട്. അത് അടുത്ത തലമുറയ്ക്ക് വരുമ്പോൾ അത് ആചാരമായിട്ട്, അടുത്ത തലമുറയ്ക്ക് വിചാരം, ആചാരം, പ്രചാരം, അങ്ങനെ അനുസ്യൂതം ഈ സംസ്കാരം ഇവിടെ കൈമാറി വന്നിട്ടുണ്ട്. അപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത്രയും നമ്മൾ സത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതാണ് നമ്മുടെ ജീവിതചര്യ. ഓർമ്മിക്കുക, നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്കിവിടെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ സമയം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത്രത്തോളം നമ്മൾ സത്യത്തോട് അടുത്തുകൊണ്ടിരിക്കണം. ജീവിത സായാഹ്നത്തിൽ എത്തുമ്പോൾ അനന്തതയോട് പൂർണ്ണമായിട്ട് നമ്മൾ എത്താൻ സാധിക്കണം. ജീവിതത്തിൽ വിജയവും പരാജയവും നമുക്കുണ്ടാവാം. ജീവിതത്തിൽ ജയവും പരാജയവും അല്ല പ്രധാനം, ജീവിതമാണ് പ്രധാനം. പരാജയത്തിലൂടെയും വിജയത്തിലൂടെയും രണ്ടിനെയും അഭിമുഖീകരിച്ചുകൊണ്ട് അതിന് അതീതമായ ഒരു ലക്ഷ്യത്തിൽ എത്തുക. അതിനാല് സാഫല്യം എന്നാണ് നമ്മൾ ഇതിനെ പറയുക. സാഫല്യം എപ്പോഴും വിജയമായിക്കൊണ്ട് നിർബന്ധമില്ല. വിജയത്തിലും പരാജയത്തിലുമുള്ള സന്തുലിത അവസ്ഥയാണ് സാഫല്യം എന്ന് പറയുക. വിജയത്തിൽ നമുക്കൊരു പക്ഷേ ഉന്മാദം ഉണ്ടാവാം, അഹങ്കരിക്കാം. പക്ഷേ പരാജയത്തിൽ പലർക്കും പിടിച്ചു നിൽക്കാനാവില്ല. മറിച്ച് വിജയത്തിലും പരാജയത്തിലും ഉള്ള ഒരു സന്തുലിതാവസ്ഥ നമുക്ക് ആർക്കു വേണമെങ്കിലും നേടാവുന്ന ഒരവസ്ഥയാണത്. മര്യാദ പുരുഷോത്തമമായ ശ്രീരാമചന്ദ്രജി സീത സ്വയംവരം കഴിഞ്ഞ് തിരിച്ചു വരുന്നതായ സമയം തീപാറുന്ന കണ്ണുകളുമായി പരശുരാമൻ നേരിടുന്നു. ഞാനോ ഉള്ളപ്പോൾ വേറൊരു രാമനോ ഇവിടെ.
ക്ഷത്രിയ അധമാന്നാ വിളിക്കുന്നത്. പക്ഷെ രാമൻ ഒരു കുലുക്കം ഉണ്ടായില്ല. ദശരഥനൊക്കെ കുലുങ്ങിയിട്ടുണ്ടാവും. അതായത് ഈ ശരീരം എടുത്തിവിടെ വന്നു കഴിഞ്ഞാൽ അവതാര പുരുഷന്മാരെ പോലും പ്രതിസന്ധികളെയും ദുരിതങ്ങളെയും നേരിടേണ്ടി വരും. അത് ജീവിത നിയമമാണ്. പിന്നീട് രാമായണത്തിൽ എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നു അല്ലേ? ശ്രീരാമന്റെ കഥ പിന്നെ പറയാനേ ഇല്ല. ഇങ്ങനെ ജനിക്കാൻ നോക്കിയിരിക്കുകയാണ് ആൾക്കാര്, ശത്രുക്കള്. ഇപ്പൊ എന്തൊക്കെ ജോലിയാ ചെയ്യുന്നത്? ഇപ്പൊ ഈ കുരുക്ഷേത്ര ഭൂമി വന്ന് നിൽക്കുക എന്ത് റോളിലാണ്? ഡ്രൈവറുടെ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. ഗാന്ധാരിയുടെ ശാപം ഏറ്റുവാങ്ങേണ്ടി വരുന്നു പിന്നീട്. അങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികള്. പക്ഷേ ഇവരൊക്കെ അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്? ഗീതയിലെ 2-ാം അധ്യായത്തിൽ ഒരു പ്രഖ്യാപനമാണ്, സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഇതിന്റെ അല്പമായ ആചരണം പോലും നമ്മളെ മഹത്തായ ഭയത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ്. ഏറ്റവും വലിയ ഭയത നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരധ്യായം മുഴുവൻ പഠിച്ചാലോ, 18 അധ്യായം പഠിക്കാൻ സാധിച്ചാലോ? ഭഗവാൻ ശങ്കരാചാര്യ ഭജഗോവിന്ദത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്, യമധർമ്മരാജാവ് അവരോട് ഇന്റർവ്യൂ ചെയ്യാൻ വരില്ലെന്ന്. ഭഗവത്ഗീത കിഞ്ചിതീത ഗംഗാജലവ കണികാതീത അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെയൊക്കെ സാധിക്കുന്നത് പോലെ നമ്മൾ പഠിക്കുക. ഒരധ്യായം പഠിക്കാൻ സാധിച്ചെങ്കിൽ വേണ്ട, ഒരു ഭാഗമേ ഇത്രയായി, പൂർണ്ണമായിട്ടും പഠിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഓർമ്മിക്കുക, നമ്മൾ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടാൽ ആ പരാജയം പോലും ഒരു വിജയമാണ്. ആധ്യാത്മികതയിൽ പരാജയം എന്നൊന്നില്ല. അത് മുന്നോട്ടുള്ള യാത്രയിലെ ഒരു തടസ്സം മാത്രമാണ്. ഗീത 6-ാം അധ്യായത്തില് പറയുന്നു, എന്നെ അന്വേഷിച്ച് മുന്നേറുന്നവന് ദുർഗതിം താതഗച്ഛതി. ഒരിക്കലും ഒരു ദുർഗതിയും ഉണ്ടാവില്ല. നഹി കല്യാണ കശ്യത് ദുർഗതിം താതഗച്ഛതി. അതുകൊണ്ട് നമുക്കൊക്കെ പറ്റുന്ന സമയം, നമുക്കറിയാം എല്ലാവരും തിരക്കുള്ളവരാണ് അല്ലേ? ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഇത്രയും പേര് വന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. പക്ഷെ ചിലപ്പോൾ നമുക്ക് നാളെ തോന്നും, എന്ത്, അയ്യോ ഇന്ന് അത്യാവശ്യം വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ, കുഴപ്പമില്ല മറ്റന്നാളത്തേക്ക്. നമുക്ക് ജീവിതത്തില് പലതും നമുക്ക് തിരിച്ചു കിട്ടാം. പക്ഷേ നഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല. ആർജിച്ചു വെക്കാനും നാളത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാനും ഒന്നും സാധിക്കാത്ത ഒന്നേ ഉള്ളൂ അല്ലേ? സമയത്തിന് റിവേഴ്സ് ഗിയർ ഇല്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ധന്യമുഹൂർത്തമാണ് നമ്മൾ കരുതുക. ഇതിന് സമയമില്ലെങ്കിൽ വേറെ എന്തിനാ നമുക്ക് സമയം ഉണ്ടാവുക? ഇന്ന് നമുക്ക് ആമുഖമൊന്നും പാടില്ല. വലിയൊരു അധ്യായമാണ് നമ്മൾ കാണാനുള്ളത്. ശ്ലോകം വൈസല്ല, ഭഗവത്ഗീതയിലെ ഒരു ഉപനിഷത്ത്, എല്ലാ ഉപനിഷത്ത് സാരമാണെങ്കിലും ഭഗവത്ഗീതയിലെ ശരിക്കുള്ള ഉപനിഷത്താണ് 13-ാം അധ്യായം. ഇതിലെ ഓരോ ശ്ലോകവും ഓരോ വാക്കും അത്രമാത്രം വിശദമായിട്ട് പറയേണ്ട വാക്കുകളാണ്. നമുക്കതുകൊണ്ട് നേരിട്ട് ഇനി ഗീതയിലേക്ക് കിടക്കാം. എല്ലാവരിലും ഗീതാ ബുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിന്മയമിഷനിലെ പാരമ്പര്യം അനുസരിച്ച് ഇവിടെ ഒരു തവണ ചൊല്ലിത്തരാം. 2 തവണ ചൊല്ലണം എന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ സമയം കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് ഒരു തവണ ചൊല്ലാം. ഏറ്റു ചൊല്ലുക. ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ത്രയോദശോധ്യായഃ. ക്ഷേത്രജ്ഞ വിഭാഗയോഗഃ. അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതത് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ഹേ കേശവ, ഭഗവാനേ, പ്രകൃതിം പുരുഷം ചൈവ, പ്രകൃതി പുരുഷൻ, ക്ഷേത്രം ക്ഷേത്രജ്ഞൻ, ക്ഷേത്രം ക്ഷേത്രജ്ഞൻ, ജ്ഞാനം ജ്ഞേയം എന്നിവയെ പറ്റി വേദിതും ഇച്ഛാമി, അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ചിലപ്പോൾ ഭഗവത്ഗീത ബുക്കുകളിലൊന്നും ഈ ശ്ലോകം ഉണ്ടാവില്ല. എന്തായാലും മഹാഭാരതത്തിന്റെ മൂലത്തിൽ ഇതുണ്ട്. നമ്മൾ മഹാഭാരതത്തിനാണ് ഇത് എടുക്കുന്നത്. പക്ഷെ ഭഗവാൻ ശങ്കരാചാര്യര് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിക്കുമ്പോൾ ഈ ശ്ലോകം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പക്ഷേ ഭഗവാൻ ശങ്കരാചാര്യരുടെ കയ്യിൽ കിട്ടിയ ഓല പുസ്തകത്തില് ഈ ഭാഗം കീറിപ്പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് തെളിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം നമുക്ക്, അല്ലേ? അല്ലെങ്കിൽ അദ്ദേഹം ആചാര്യനാണ്, ഈ ശ്ലോകം വേണ്ടെന്ന് വെച്ചിരിക്കാം. കാരണം അർജുനന്റെ ചോദ്യമാണ്. മാത്രമല്ല ഇതേ വാക്കുകൾ, ഇതേ ആശയങ്ങൾ ഇനി ഭഗവാൻ ഉപയോഗിക്കാനും പോകുന്നുണ്ട്. അതിനുള്ള ആധികാരികത എന്തായാലും ശങ്കരാചാര്യർക്കുണ്ട്. ഭഗവാൻ ശങ്കരാചാര്യ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന നമ്മുടെ ഹൈന്ദവ പാരമ്പര്യമൊന്നും നമുക്കുണ്ടാവില്ലല്ലേ. നമുക്ക് നാളെ രാവിലെ ശങ്കരാചാര്യരുടെ ജീവിതത്തിലേക്കൊക്കെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം വിശദമായിട്ട്. കാരണം ഉപനിഷത്തിൽ ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീടാണ് ശ്രീരാമാനുജാചാര്യര്, മധ്വാചാര്യര് ഇവരൊക്കെ വന്നത്. പിന്നീടുണ്ടായ നവോത്ഥാന കാലഘട്ടങ്ങള്, വിവേകാനന്ദ സ്വാമികള്, ചട്ടമ്പി സ്വാമികള്, അല്ലേ, കുറെ ആചാര്യന്മാര് പിന്നീട് വന്നത്. അഭിമന്യ ചിന്മയാനന്ദ സ്വാമികളൊക്കെ അതിൽ വലിയൊരു പങ്കാണ് വഹിച്ചത്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇന്ന് ഈ ഭഗവത്ഗീത കുറച്ച് ആശ്രമങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നതിനെ സാധാരണക്കാരുടെ ഇടയിലേക്ക് കിട്ടിയത്, അല്ലേ? അപ്പൊ മഹാഭാരതത്തിന്റെ മൂലത്തിൽ കാണുന്നത് കൊണ്ട് ഇത് മുതൽ ആരംഭിക്കാം. എന്തായാലും ഇത്രയും നേരം ഉപദേശമൊക്കെ കേട്ടതിന് ശേഷം, പ്രത്യേകിച്ചും 11-ാം അധ്യായത്തിലെ വിശ്വരൂപ ദർശനവും കൂടെ കണ്ടതോടുകൂടി അർജുനന്റെ മനോഭാവമാകെ മാറി. ഇത്രയും നേരവും സഖാവും മിത്രം എന്നൊക്കെ പറഞ്ഞതുപോലെ കയറ്റി നടന്ന ആളാണ്. പക്ഷേ ശരിക്കും തന്നെ മുമ്പിൽ കണ്ടു കഴിഞ്ഞു ആരാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഹേ കേശവ, പ്രകൃതിം പുരുഷം, ക്ഷേത്രം ക്ഷേത്രജ്ഞ, ജ്ഞാനം ജ്ഞേയം. ഈ പദങ്ങളാണ് അർജുനൻ ഉപയോഗിക്കുന്നത്. എന്താണ് ഇവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ 3 പദങ്ങളുടെ വിശദമായ പ്രതിപാദനമാണ് 13-ാം അധ്യായം. പ്രകൃതി എന്നാൽ ഇവിടെ കാണുന്ന വിശാലമായ പ്രപഞ്ചം, മഴ, വെയില്, നമ്മുടെ മനസ്സ്, ബുദ്ധി, ഇങ്ങനെ ഇവിടെ കാണുന്ന സകലതും, അത് പുല്ലിംഗമാവാം സ്ത്രീലിംഗമാവാം, എന്തുമായിക്കോട്ടെ, സകലതും പ്രകൃതിയാണ്. അതായത് അത്യത്ഭുതകരമായ പ്രകൃതിയുടെ രചനകള്, നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നതായ രചനകള്, ഓരോന്നും ആലോചിക്കും തോറും നമുക്ക് അത്ഭുതങ്ങളാണ് പ്രകൃതിയെ കുറിച്ചില്ലേ. മനുഷ്യന്റെ ഈ ഒരു കണ്ണ്, അതിന്റെ റെറ്റീന, ആ ചെറിയൊരു ഭാഗം കൊണ്ട് വിശാലമായ ഒരു സമുദ്രത്തെയും പർവ്വതത്തെയും ഒക്കെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിവിശാലമായ സമുദ്രത്തെ കാണാൻ സാധിക്കുന്നു. അതുപോലെ ഇത്രയും വിശാലമായ പ്രകൃതി, ഇതൊക്കെ ആരുടെ സാമർഥ്യമാണ്, ആരുടെ ആസൂത്രണമാണ്? അപ്പോ അത്യത്ഭുതമായ ആ പ്രകൃതിയുടെ ഒരു അത്ഭുതങ്ങളുടെ ഒരു പ്രവാഹമാണ് ഈ ഒരു പ്രകൃതി എന്ന് പറയുന്നത്. ഇത് മുഴുവൻ ഈ പ്രകൃതിയെ നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നതായ ഒരു അദൃശ്യമായ ശക്തിയുണ്ട്. അതിനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പുരുഷനല്ല. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരമായ മഹശക്തിയാണ് പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൃശ്യമായ പ്രപഞ്ചം, ആ ദൃശ്യമായ പ്രപഞ്ചത്തിന് പിന്നിലുള്ള മഹശക്തി, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ. നാം സാധാരണ ഉപയോഗിക്കുന്ന ക്ഷേത്രവുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. സംസ്കൃതത്തില് ക്ഷേത്രത്തിന് അനുഭവരംഗം എന്നാണ് അർത്ഥം. കലാക്ഷേത്രം, കലയുടെ അനുഭവരംഗം, സ്റ്റേജ്. വിദ്യാക്ഷേത്രം, വാണിജ്യക്ഷേത്രം, കുരുക്ഷേത്രം. അപ്പൊ കൃഷിഭൂമിയെയും ക്ഷേത്രം എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോലെ എന്താണ് ജ്ഞാനം? പലതിനെക്കുറിച്ചുമുള്ള അറിവ്. അറിവ് കൊണ്ട്
അഭിമാനം കുറയുകയാണ് വേണ്ടത്. പക്ഷേ ഇന്ന് അറിവ് കൊണ്ട് പലർക്കും അഭിമാനം കൂടുകയാണ്. 13-ാം അധ്യായത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമാണ് അറിവ്, ജ്ഞാനം എന്നുള്ളതിന് ഭഗവാൻ നൽകുന്ന ഒരു 20 പോയിന്റുകൾ. നമ്മൾ ഈ അധ്യായത്തിലെ മറ്റൊരു ഭാഗവും പഠിച്ചില്ലെങ്കിലും ആ 20 പോയിന്റ് നാളെ മറ്റന്നാളായിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. പഠിക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അറിവെന്താണ്. അറിവ് കാരണം ഇന്ന് കലാലയങ്ങളിൽ പോലും നടക്കുന്ന ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എത്ര വേദന ഉണ്ടാകുന്നു അല്ലേ? അറിവ് നേടാൻ വേണ്ടി പോകുന്ന കുട്ടികൾ തിരിച്ചു വീട്ടിലേക്ക് വരുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു സ്ഥിതിയാണ് നമ്മുടെ പല കലാലയങ്ങളിൽ നടക്കുമ്പോൾ. എന്താണ് ശരിയായ അറിവ്, ജ്ഞാനം? ഏതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ലോകത്തിൽ വേറൊന്നും അറിയുവാനില്ലയോ? അതാണ് ഏറ്റവും വലിയ അറിവ്. നമുക്ക് അറിയാനുള്ള ദാഹം ഇല്ലാതാവുന്നത് അതിനെ അറിയുമ്പോൾ മാത്രമാണ്. ഹേ കേശവ, ഇവിടെ മുഴുവൻ തത്വശാസ്ത്രം, തത്വം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ എന്ന പദം ഗീതയിൽ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടില്ല. അർജുനനാണ് ആദ്യമായിട്ട് ഈ പദം ഇവിടെ പറയുന്നത്. ഇതിനെ മുൻനിർത്തിയാണ് ഭഗവാൻ ഇതിനെ വ്യാഖ്യാനിക്കാൻ പോകുന്നത്. അർജുനന് പിന്നെ എങ്ങനെയാ ഈ പദം കിട്ടിയത്? ശങ്കരാചാര്യ ഒരുപക്ഷെ അത് വിചാരിച്ചിട്ടുണ്ടാവും. വ്യാസം വിചാരിച്ചിട്ടുണ്ടാവും തന്റെ പേരക്കുട്ടിയിലെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടാവാം. പക്ഷേ ആചാര്യസ്വാമികൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ എന്നൊക്കെ ഒരു വിചാരം ഈ അർജുനുണ്ടാകാൻ സാധ്യത, അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഉപേക്ഷിച്ചത്. എന്തായാലും നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. 2-3 ശ്ലോകങ്ങൾ. ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതത്യോ വേത്തിദം പ്രാഹുഃ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം എത്തജ്ഞാനം മദം മമ. ഹേ കൗന്ദേയ, കുന്തിപുത്ര, ഇതം ശരീരം, ഈ ശരീരത്തെ ക്ഷേത്രം ഇതി അഭിധീയതേ, ക്ഷേത്രം എന്ന് പറയുന്നു. ഏതത് യഹ വേത്തി, ആരാണോ ഇതിനെ അറിയുന്നത്, തം ക്ഷേത്രജ്ഞ ഇതി, അവനെ ക്ഷേത്രജ്ഞനെന്നും, തത് വിദഃ പ്രാഹു, അതിനെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നു. ഹേ ഭാരത, സർവക്ഷേത്രേഷു അപി, അർജുന, സർവക്ഷേത്രങ്ങളിലും മാം ക്ഷേത്രജ്ഞം വിദ്ധി, ഞാനാണ് ക്ഷേത്രജ്ഞൻ എന്നറിഞ്ഞാലും. ക്ഷേത്രജ്ഞയോഹോ, ഈ ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചുള്ള യത് ജ്ഞാനം തജ്ഞാനം, ജ്ഞാനം തന്നെയാണ് യഥാർത്ഥ അറിവ്. മമ മതം, ഇതാണ് എൻ്റെ അഭിപ്രായം. ഹേ കുന്തിപുത്ര, ഇതം ശരീരം, കുന്തിയുടെ അനുഗ്രഹം കൊണ്ട് ശരീരം കിട്ടിയവനേന്ന്. കൗന്ദേയ, ഓരോ സംബോധനയും ഗീതയിൽ സുപ്രധാനമാണ്. കാരണം അർജുനനെ ക്ഷാത്രവീര്യത്തെ തട്ടി ഉണർത്തുന്നതാണ് പല സന്ദർഭങ്ങളിലുള്ള സംബോധനകളൊക്കെ. അർജുനന്റെ അമ്മയെ സ്മരിക്കുകയാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് നീ പോഷിപ്പിക്കപ്പെട്ടത് ആ ശരീരത്തിൽ വെച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ കാണാൻ പോകുന്ന ഐതരേയ ഉപനിഷത്തിൽ ഒരു അമ്മയ്ക്കൊരു അർത്ഥമുണ്ട്. ഭാവയത്രി, ഗർഭത്തിൽ വെച്ച് തൻ്റെ കുട്ടിയെ പോഷിപ്പിച്ച് ആ കുട്ടിക്ക് ഈ വളർത്തിയെടുക്കുന്നത് കൊണ്ട് അമ്മ ഭാവയത്രിയാവുന്നു. നിങ്ങൾ വൈകുന്നേരത്തെ ക്ലാസ് വന്നില്ലെങ്കിൽ എല്ലാവരും രാവിലെ വരണമെന്ന് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. പ്രൗഢമായ ഒരു സമ്പത്താണ് ഐതരേയ ഉപനിഷത്ത്. നമ്മുടെയൊക്കെ സൃഷ്ടി രഹസ്യങ്ങൾ മുഴുവനും പറഞ്ഞു തരുന്ന ഐതരേയ ഋഷിയുടെ വാക്കുകൾ, പ്രഖ്യാപനങ്ങൾ. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാല് പെൺകുട്ടികൾ പ്രത്യേകിച്ചും കേൾക്കുന്ന ഈ ഉപനിഷത്ത് ഒരു അമ്മയെക്കുറിച്ച്, തന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനം ഉണ്ടാവും ഈ ഉപനിഷത്ത് ഒരു പക്ഷേ പഠിച്ചാൽ തന്നെ. താൻ ആരാണ്,
തൻ്റെ ഉണ്മ അല്ലേ, പ്രകൃതി മാതാവ്. ശരിക്കും പറഞ്ഞാൽ ഋഷി എങ്ങനെയൊക്കെയാ പരിചയപ്പെടുത്തുന്നത് അവളെ? പറഞ്ഞു വന്നത് ഇവിടെ അമ്മയെ സ്മരിക്കുകയാണ്. അതുകൊണ്ട് ആ ആദരവ് മുൻനിർത്തിക്കൊണ്ട് പറയണ, ഹേ കൗന്ദേയ, നമ്മുടെയൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ക്ഷേത്രജ്ഞനെ അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആ ഭഗവാന്റെ സാന്നിധ്യം മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥനയുടെ സാഫല്യം നമുക്കൊരിക്കലും കിട്ടില്ല. ആരെയാണോ പ്രാർത്ഥിക്കുന്നുവോ ആ ശക്തി നമ്മുടെ ഉള്ളിലുടനീളം സ്ഥിതി ചെയ്യുന്നു. ഓർമ്മിക്കുക, പ്രാർത്ഥന തന്നെ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്, സാന്നിധ്യം കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ തിരയുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും അദ്ദേഹത്തെ നിഷേധിക്കുന്നതും അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്, ഈശ്വര നിഷേധികള്, യുക്തിവാദികള്, അല്ലേ? എല്ലാവരും അവർക്കതിന് കഴിവ് കൊടുക്കുന്നതും അദ്ദേഹം തന്നെ. നമ്മളൊക്കെ പലപ്പോഴും ആരാധനാലയങ്ങളിൽ, തീർത്ഥസ്ഥാനങ്ങളിലേക്കൊക്കെ, ദൂരദേശങ്ങളിലൊക്കെ പോകും, വളരെ കഷ്ടപ്പെട്ടാ പോകുന്നത്. പണം ചെലവഴിച്ച് അവസാനം ക്യൂ നിന്ന് മണിക്കൂറുകൾ നിന്നിടിച്ച് അവിടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞ് കിട്ടുന്നത് ഏകദേശം 1 മിനിറ്റോ അല്ലെങ്കിൽ അര മിനിറ്റൊക്കെ ആയിരിക്കും, അല്ലേ? അപ്പോഴേക്കും പിടിച്ചു തള്ളും. എന്നാൽ അവിടെ എത്തിയിട്ടൊന്ന് കാണാനല്ല, അപ്പൊ കണ്ണടക്കി. ഇത്ര കഷ്ടപ്പെട്ടു പോയത്. അപ്പൊ ദർശനത്തിന് കണ്ണ് തുറക്കല്ലേ വേണ്ടത്? ഭഗവാൻ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നതെന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി. അത് അവിടെ ചെന്നപ്പോ ബോധ്യമായിട്ട് അത്രയേ ഉള്ളൂ. അതാരും പറഞ്ഞിട്ടല്ലേ, അവിടെ എഴുതി വെച്ചിട്ടില്ല, കണ്ണടച്ചിട്ട് തൊഴാൻ എഴുതി വെച്ചിട്ടില്ലേ? പക്ഷേ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആവുകയാണ് അവിടെ ചെല്ലുമ്പോൾ. അത് ഭഗവാൻ നമ്മളെ തോന്നിക്കാണ്, നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഓരോ ശരീരവും വന്ധ്യമാണ്, നമസ്കാര യോഗ്യമാണ്. നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, സമസ്ത ശരീരങ്ങളും ജഗദീശ്വരൻ കുടികൊള്ളുന്നു. ഇതം ശരീരം, ഈ ശരീരത്തെ ക്ഷേത്രമെന്നറിഞ്ഞാലും ആരാണോ ഈ ക്ഷേത്രത്തെ അറിയുന്നത് അദ്ദേഹത്തെ ക്ഷേത്രജ്ഞൻ എന്നറിയുക. ഇത് തന്റെ അഭിപ്രായമല്ല, കൃഷ്ണൻ പറയുകയാണ്. തത് വിദഃ, അതിനെക്കുറിച്ച് അറിവുള്ളവര് പറയുന്നു. അർജുനൻ ചോദ്യം ചോദിച്ചു, അതിന് മറുപടി പറയുന്നു, തന്റെ നിലപാടായിട്ടല്ല. ഈ ശരീരം മനുഷ്യ ശരീരമാണെന്ന് പറയുന്നു. പക്ഷികൾ പറയുന്നു ഇത് എന്റെ ശരീരമാണെന്ന് പക്ഷികൾ പറയുന്നു. ജലജന്തുക്കൾ പറയും ഇതെന്റെ ശരീരം, ഇതെന്റേതാണെന്ന് പറയുന്നു. ഒരു ശരീരവും സ്വയം അറിവുള്ളതല്ല. അതൊരു അനുഭവ രംഗമാണ്. ആ അനുഭവ രംഗത്ത് ഇങ്ങനെ സ്ഥിതി ചെയ്യണമെന്ന് അവർക്ക് പറയുവാൻ ആവില്ല. കാരണം അതിനെ ഉപയോഗിക്കുന്നയാള് വേറൊരാളാണ്. അനവധി തരത്തിലുള്ള ജന്മങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൊതുവെ 4 വിധത്തിലുള്ള ജന്മങ്ങളാണ് അത്രേ ഉള്ളത്. ഏതൊക്കെയാണ്? മുട്ട വിരിഞ്ഞുണ്ടാവുന്നവ, അണ്ടജം; ഭൂമി പിളർന്നുണ്ടാവുന്നവ, ഉൽഭിജം, സസ്യങ്ങളൊക്കെ; വിയർപ്പിൽ നിന്നൊക്കെ ഉണ്ടാവുന്നത് കീടങ്ങൾ, സ്വേദജം; പ്രസവിച്ചുണ്ടാവുന്ന ജരായുജം. ഈ 4 കാറ്റഗറിയിലായിട്ട് ഏകദേശം 84 ലക്ഷം ടൈപ്പ് ജീവികളുണ്ടെന്നാണ് ഏകദേശം കണക്ക്. ഇപ്പൊ അതിലൊക്കെ എണ്ണം കൂടിയിട്ടുണ്ടാവും, പുതിയ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? ഏകദേശം അതില് ഏറ്റവും പുണ്യജന്മമാണ് അത്രയും മനുഷ്യജന്മം. പക്ഷേ മനുഷ്യജന്മം കിട്ടിയിട്ട് മാത്രമായോ? എന്തിനാണ് ഈ ശ്രേഷ്ഠമായ ജന്മം എന്ന് കിട്ടിയിട്ടതറിയാതെ ജീവിച്ചാലോ? ചിലപ്പോൾ മൃഗങ്ങൾ പോലും നമ്മളെ കുറച്ച് പരിതപിച്ചുകൊണ്ട് എന്തേ ഇവനൊക്കെ ഇങ്ങനെ പെരുമാറുന്നെന്ന്. നമ്മളൊക്കെ കാണാറില്ല, ഈ കേരളത്തിലൊക്കെ നല്ല കാഴ്ച പലപ്പോഴും ഈ ലോറിയിൽ ഇങ്ങനെ കാലികളെ കയറ്റിക്കൊണ്ട് പോകും തമിഴ്നാട്ടിൽ നിന്നൊക്കെ. കാരണം അവിടെ ആരും ഇതിനെ കഴിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതൊക്കെ ഇന്നലെ വരെ കഷ്ടപ്പെട്ട് എല്ലുമുറി പണിയെടുത്ത് നമുക്ക് വേണ്ടി ജീവിച്ച സാധനമാണ്. നാളെ ഫ്രൈ ആയിട്ട് തീന്മേശയിൽ എത്തിക്കാനായിട്ട് ഇതിനെ ഇങ്ങനെ വരിഞ്ഞ് കെട്ടി
കൊണ്ടുപോവാണ്. വെള്ളവും ഭക്ഷണവും പോലും കൊടുക്കാതെ അതിനെ അതും ജീവിയല്ലേ, ജന്മമല്ലേ അതും. പ്രകൃതിയുടെ നിയമം ആർക്കും മാറ്റാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ 4 തരത്തിലുള്ള ജന്മങ്ങളിൽ അത്യന്തം വിശിഷ്ടമായിട്ടുള്ള ജന്മമാണ് മനുഷ്യജന്മം. അതിനാലാണ് ഈ ജന്മങ്ങളുടെ രഹസ്യം നമുക്കറിയാൻ സാധിക്കുന്നത്. വേറെ ഒരു ജന്മത്തിൽ നമുക്ക് സാധിക്കില്ല. അത് മനസ്സിലാക്കാനുള്ള നിയമം, ആ ഒരു കഴിവ് മനുഷ്യജന്മത്തിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഈ ശ്രേഷ്ഠമായ ജന്മം കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അതിനെ അറിയാൻ ബാധ്യസ്ഥരാണ്. അറിഞ്ഞില്ലെങ്കിലോ ഇനിയൊരു ജന്മം എടുത്ത് ഇങ്ങോട്ട് വരികയുള്ളൂ. ഇന്നത്തെ LKG പഠിക്കുന്ന കുട്ടികളെ കണ്ടാൽ നിങ്ങൾക്ക് ഇനിയൊരു ജന്മം വേണം തോന്നുമോ? 2-3 വയസ്സാകുമ്പോഴേക്കും എത്ര കിലോ ഭാരവും ചുമന്നുണ്ടാ ഓരോന്നൊക്കെ നടക്കുന്നത്. നേരത്തെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഈ മുതിർന്ന തലമുറയൊക്കെ ഞാനൊക്കെ പഠിക്കുമ്പോൾ LKG UKG ഒന്നുമില്ല, 1ാം ക്ലാസ്സിലേ പോയിട്ടുള്ളൂ അല്ലേ. പക്ഷെ അത് കഴിഞ്ഞ് LKG ആയി, UKG ആയി, പിന്നെ പ്രീ സ്കൂളായി, പിന്നെ ബേബി ക്ലബായി, ക്രഷ്, അംഗൻവാടി എന്നൊക്കെ പറയും. ഇങ്ങനെ പല സാധനങ്ങളും 6 മാസമായി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഇട്ടിട്ടാ പോവുക. തിരക്കായി. മിക്കവാറും നമ്മളൊക്കെ ഇനിയൊരു മരിച്ചിട്ട് വേറെ ശരീരം 100 വർഷം 50 വർഷമൊക്കെ കഴിഞ്ഞ് എടുത്തു വരുവാന്ന് വിചാരിക്കുക. നമ്മുടെ ഒരു സമാധാനത്തിന് പറയും 50-100 വർഷേ. എന്നാൽ പോലും ഒരുപക്ഷെ പ്രസവം തന്നെ എന്ന സ്കൂളിലായിരിക്കും. അത്ര തിരക്കിലാ പോകുന്നത്. ഇപ്പൊ 6 മാസം ആകുമ്പോഴേ അവിടെ കൊണ്ടിടുള്ളെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും. ഹോസ്പിറ്റലുകാർ തന്നെ പറയും ഇവിടെ ഇട്ടിട്ട് പൊക്കോളൂ, ജോലിക്ക് ഞങ്ങൾ നോക്കിക്കോളാവുന്നു. ഇപ്പൊ കുട്ടികളെ നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാണല്ലോ ഹിന്ദുക്കൾക്ക് കുട്ടികളൊന്നും ഇല്ലാതെ വരുന്നത്. അപ്പൊ അവര് പറയും നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ സന്തോഷമാവും. അങ്ങനെ ഒരു കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തമാശല്ല, എങ്ങനെയാവും. അപ്പൊ അതുകൊണ്ട് ഇനിയൊരു ജന്മം കിട്ടിയിട്ട്, പുണ്യജന്മം കിട്ടിയിട്ട് നമ്മൾ ഭഗവത് പ്രാപ്തി എന്നല്ല ചിന്തിക്കേണ്ടത്. ഇപ്പൊ കിട്ടിയതാണ് പുണ്യജന്മം. എത്ര മണിക്കൂർ മിനിറ്റ് നമുക്ക് മുന്നോട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ കിട്ടുന്ന ഓരോ നിമിഷവും, നേരത്തെ പറഞ്ഞില്ലേ റിവേഴ്സ് ഗിയർ ഇല്ല, ഓരോ നിമിഷവും അതിലേക്കുള്ള ശ്രമം നമുക്ക് നടത്തുക. പരാജയോ വിജയോ ഒന്നുമല്ല ഇവിടെ നോക്കേണ്ടത്, സാഫല്യം. നമ്മൾ ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ നിമിഷവും ഏറ്റവും വലിയ സമ്പത്താണ് നമ്മൾ കാണുകയും വേണം. എന്തായാലും നോക്കൂ, ഈ മനുഷ്യന് എത്ര വലിയ ധർമ്മങ്ങളൊക്കെയാണ്, വിവേക ബുദ്ധിയുള്ള ഏകജന്മം എന്നൊക്കെയാ പറയണത്. അതുകൊണ്ടാണ് മറ്റ് ജീവികളൊക്കെ സംരക്ഷിക്കാൻ മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത്. വന്യമൃഗ സംരക്ഷണ നിയമം ആരാ നടപ്പിൽ വരുത്തിയത്? മൃഗങ്ങളൊക്കെ ഇതുപോലെ മീറ്റിംഗ് കൂടി ഞങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മളുണ്ടാക്കി വെച്ചു അല്ലേ? നമ്മളെ കടിച്ചാൽ മരിക്കുന്ന രാജവെമ്പാല, അതിനെ കൊന്നു കഴിഞ്ഞാൽ മനുഷ്യനെ കൊല്ലുന്നേക്കാളും ശിക്ഷയാണ്. ആരാ പറഞ്ഞിരിക്കുന്നത്? എല്ലാത്തിനെയും സംരക്ഷിക്കാനുള്ള നിയമം ഉണ്ടാക്കി വെച്ചു. എന്തുകൊണ്ടാ വൈൽഡ് ലൈഫ് ആക്ട് നിയമം? ഇപ്പം കേരളത്തിൽ ആകെ പ്രശ്നമാണ്. ദിവസവും കാട്ടാന, കാട്ടുപന്നി, കാട്ടുപോത്ത് ഓരോന്നിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവന്റെയൊക്കെ വാസസ്ഥാനം നമ്മൾ പോയി വീട്ടിൽ വെച്ച്. എന്നിട്ടിപ്പോ അവർക്ക് ജീവിക്കാൻ വയ്യാതെ ആയപ്പോൾ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആകെ ബഹളം. ദിവസവും അവിടെ സമരം നടക്കുകയാണ്. അല്ല, മനുഷ്യന് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? എന്തിനാണ് നമ്മൾ ഈ നിയമം ഉണ്ടാക്കിയത്? ഒന്ന് ആലോചിച്ചു. നമ്മൾ ഗൃഹസ്ഥാശ്രമം ഭൂതയജ്ഞം ചെയ്യണം നമ്മളിവിടെയൊക്കെ പറയും അല്ലേ? 5 യജ്ഞങ്ങളിൽ ഒന്നാണ് ഭൂതയജ്ഞം, നമുക്കറിയാം. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഭൂതയജ്ഞം ചെയ്യുന്നത്? നമുക്ക് മാത്രമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇവിടെ ഓരോ പക്ഷികളും മൃഗങ്ങളും സസ്യങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താ കാരണം? ഓരോ മനുഷ്യനും ഓരോ ജീവിയും മറ്റൊരു ജീവിയുടെ ഇര അല്ലെങ്കിൽ ഇണയാണ്. ഇര, ഇണ എന്നൊരു ചെയിൻ ഈ പ്രകൃതിയിലുണ്ട്. അപ്പൊ ഒരു ജീവി നഷ്ടപ്പെട്ടാൽ അതിനെ ആശ്രയിച്ചുകൊണ്ട് ഇരയായിട്ടോ ഇണയായിട്ടോ വേറെ ജീവി അവിടെ ഉണ്ട്. അപ്പൊ ഈ ജീവി നശിച്ചാലോ ആ ജീവി പോവും, അതിന്റെ അടുത്ത ജീവി പോവും. വർഷങ്ങൾ കൊണ്ട് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മൊത്തം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ ഈ പക്ഷി വേണം, ഈ മൃഗം വേണം, ഈ സസ്യം വേണം. കാരണം ഇതിനെ ആശ്രയിച്ച് ഇരയായിട്ടോ ഇണയായിട്ടോ വേറെ പല ജീവികളോട് ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രകൃതി മുഴുവൻ ഒരു വലിയൊരു ശൃംഖലയാണുള്ളത്.
ഇത് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിയമം മൂലമെങ്കിലും ചെയ്തിരിക്കുന്നത്. ഒരു ജീവിയെ നമ്മൾ നശിപ്പിക്കരുത്, ഒരു സസ്യങ്ങൾ. അതുകൊണ്ടാണ് ഏതെങ്കിലും ജീവികളോ സസ്യങ്ങളോ ഒക്കെ നഷ്ടപ്പെടുക അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചോ അതിനെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നിയമമൊക്കെ കൊണ്ടുവരുന്നത് അല്ലേ. ചില മൃഗങ്ങളെ, ചില സസ്യങ്ങളെയൊക്കെ ഇത്ര ചെലവ് ചെയ്യുന്നത് ഇല്ലാതാവരുത്. കാരണം കുറെ ഇല്ലാതായതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട്. ഒരു നല്ല ദൃഷ്ടാന്തം ഒരു പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നാട്ടിൽ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നാട്ടിലൊക്കെ ഡെങ്കിപ്പനി വളരെ വ്യാപകമാണ്. ഡെങ്കിപ്പനി എന്ന് പറഞ്ഞ സാധനം ഓരോ വർഷം പുതിയ പേരിലാണ് വരുന്നത്. പക്ഷെ വില്ലൻ ഒരാളാണ്, ഒറ്റ വില്ലനാണ്. ആരാണ്? കൊതുക്. ഒന്ന് ചോദിക്കട്ടെ, ഒരു 50 വർഷം മുമ്പ് നാട്ടിലൊക്കെ മുഴുവൻ പാടങ്ങളും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഇപ്പം ഫ്ലാറ്റ് കെട്ട് അത് മുഴുവൻ മണ്ണിട്ട് നികത്തിയിട്ടാണല്ലോ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് അല്ലേ. ആ സമയങ്ങളില് ഈ കൊതുക് ഉണ്ടായിരുന്നില്ലേ? അന്ന് പല വീട്ടിൽ ഇലക്ട്രിസിറ്റിയും ഫാനും പോലും ഇല്ലായിരുന്നു. നമ്മുടെ ആൾക്കാർ ഒരു ഫാൻ പോലും ഇടാതെ വെറുതെ കിടന്നുറങ്ങിയിട്ട് ആർക്കും ഡെങ്കിപ്പനി ഉണ്ടായിട്ടില്ല, ആരെയും കൊതുകും കടിച്ചിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആരാ അതിനെ നിയന്ത്രിച്ചത്? അന്ന് ഗുഡ് നൈറ്റ് കണ്ടുപിടിച്ചിട്ടില്ല, കൊതുക് കൊലയില്ല, ഒരു സംവിധാനം ഇല്ലാഞ്ഞിട്ടും ഈ രോഗങ്ങൾ ഉണ്ടാവാതെ ഈ കൊതുകിനെ ആരും നിയന്ത്രിച്ചു? ആരാണ്? തവള. അതാണ് ഇരായിണ ഇല്ലേ. അപ്പൊ ഈ പാടങ്ങൾ നമുക്കറിയാം, ജൂൺ ജൂലൈ മാസങ്ങളിൽ പാടങ്ങളൊക്കെ നിറയെ വെള്ളമാകും, അത് മുഴുവൻ കൊതുക് മുട്ടയിടും. പക്ഷേ അമ്മ തവള അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ല മക്കൾക്ക് കൊടുത്തത്. അവരത് മുഴുവൻ കഴിച്ച് സുഖമായിട്ട്, പിന്നെ കുട്ടികൾ വയറ് നിറഞ്ഞ് വെറുതെ ഇരിക്കുക. അവർക്ക് ഉടനെ കാലാപരിപാടിയൊക്കെ നടത്തും അല്ലേ. ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നാട്ടിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അറിയാം, ഈ തവളകളുടെ ഗാനമേള കേട്ടത് ഉറങ്ങിയിട്ടുണ്ടോ? നോൺ സ്റ്റോപ്പ് എന്റർടൈൻമെന്റ് ആയിരുന്നു അവരല്ലേ. എന്ത് രസമായിരുന്നു ആ കാലത്ത്. കാലവർഷം ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 8-10 വർഷമായിട്ടൊരു തവളയുടെ ശബ്ദം പോലും ഇല്ല നാട്ടില്. ആ ജീവികളെ ഈ ഭൂമുഖത്തുനിന്ന് പോയി. ആരാ ഇല്ലാതാക്കിയത്? നമ്മളടിച്ച കീടനാശിനികളില് തവളപിടുത്തക്കാർ ആരൊക്കെ കൂടെ ഇല്ലാതാക്കിയില്ലേ. ഇനി നമുക്ക് ഒരു വിധത്തിലുള്ള എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്താലും ഈ സാംക്രമിക രോഗങ്ങളെ തടയാൻ പറ്റില്ല. ഓരോ വർഷവും പുതിയ പുതിയ പേരിലെ അസുഖങ്ങൾ, സാംക്രമിക രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ദൃഷ്ടാന്തമാണ് പറഞ്ഞത്. ഇതുപോലെ എന്തെല്ലാം പുതിയത് വരുന്നു. കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത ഒരു ജീവി 2 വർഷം ലോകത്തെ നിശ്ചലമാക്കിയില്ലേ. ഓരോന്നിന്റെ ഉത്ഭവ കാരണം ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഈ ചെയിനെ ഇല്ലാതാക്കുന്നുണ്ടാണ് അല്ലേ. അതുകൊണ്ടാണ് മനുഷ്യനെ ഈ ഭൂതയജ്ഞം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊന്നിനെ ഇല്ലാതാക്കുക. കാരണം നമ്മൾക്ക് വിവേകബുദ്ധി ഉണ്ടെന്നാണ് സൃഷ്ടാവിന് നിശ്ചയിച്ചിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാല് ഐതരേയ ഉപനിഷത്തിൽ ആ സൃഷ്ടി നിർവഹിച്ചതിന് ശേഷം പറയുന്നുണ്ട്, മനുഷ്യന് കൊടുക്കുന്ന ഭഗവാൻ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സൃഷ്ടിയുടെ കാരണങ്ങളൊക്കെ പറയുമ്പോൾ അത്ര പുണ്യമായ ഒരു ജന്മം എന്നാ പറയേണ്ടത്. ഈ മനുഷ്യ ഇതിനെ സൃഷ്ടിച്ചതിന് ശേഷം ഭഗവാൻ തന്നെ തുള്ളിച്ചാടുകയാണ്, സുഹൃതം സുഹൃതം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു ശരീരം ക്ഷേത്രമാണ്, അനുഭവരംഗമാണ്. ഈ അനുഭവരംഗത്തിലാണ് നാം പല വിധത്തിലുള്ളതായ അനുഭവങ്ങൾ അനുഭവിച്ചു വരുന്നത്. കുട്ടികൾ ആകുമ്പോഴുള്ള അനുഭവങ്ങൾ, അതിനെ നമ്മൾ ബാലാരിഷ്ടകൾ എന്ന് പറയും. പിന്നെ എത്ര അരിഷ്ടകളിൽ കൂടി കടന്നു പോകുന്നു. ഈ അരിഷ്ടങ്ങളെയൊക്കെ നമ്മൾ അരിഷ്ടങ്ങൾ കഴിച്ചു തീർക്കുന്നു അല്ലേ. ഇങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങള്, സുഖങ്ങൾ, ദുഃഖങ്ങൾ, നിരന്തര അനുഭവങ്ങള്, ഈ ശരീരത്തിൽ തന്നെ പല വിധത്തിലുള്ള ഉയർച്ചയും താഴ്ചയും, ആരോഗ്യവും അനാരോഗ്യവും എന്നും ഒരുപോലെ ഇരിക്കില്ല. ഒരുപോലെ ആയിരിക്കണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക? ഓരോ ശരീരത്തിനും ഓരോ ഭാഗത്തിനും അവയവങ്ങൾ അതിൻ്റെതായ തേയ്മാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ തേയ്മാനങ്ങളെ പക്ഷെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? മുടിയൊക്കെ ഡൈ ചെയ്യും. പക്ഷെ അങ്ങനെ DYE ഡൈ ചെയ്തത് കൊണ്ട് DIE ഡൈ നമ്മൾ രക്ഷപ്പെടാൻ പറ്റുമോ? അത് പ്രകൃതിയുടെ നിയമമാണല്ലേ. ഇപ്പൊ നമ്മള് ഒരു കടയില് 10 ലക്ഷം രൂപയുടെ സാധനം ഉണ്ടെന്ന് വിചാരിക്കുക. 5 വർഷം കഴിയുമ്പോൾ 10 ലക്ഷത്തിന്റെ മൂല്യം കിട്ടുമോ? അത് ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ചിലപ്പോൾ 5 ലക്ഷം ഉണ്ടാവുള്ളൂ. നമ്മളൊരു പുതിയ കാർ വാങ്ങി, 6 മാസം കഴിഞ്ഞപ്പോൾ തോന്നി, പുതിയ മോഡൽ വന്നിരിക്കുന്നത് ഇല്ല, പുതിയ കാർ ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മേടിച്ചോ നമുക്ക് കിട്ടുമോ ആ വില? അപ്പോ ഡെപ്രീസിയേഷൻ ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ കണക്കാക്കുക അല്ലേ.
അത് ചെലവാണ്. അങ്ങനെ സുഖവും ദുഃഖവും ആരോഗ്യവും അനാരോഗ്യവും ഒക്കെ അറിയുന്ന ഒരാളിവിടെയുണ്ട്. അതാണ് ക്ഷേത്രജ്ഞൻ എന്നാര് പറയുന്നു? ഇതിനെക്കുറിച്ച് അറിവുള്ളവര് പറയുന്നു. അപ്പോ ശ്രീകൃഷ്ണൻ ഇത് പറയുമ്പോൾ ശ്രീകൃഷ്ണന് മുമ്പേ ഈ തത്വശാസ്ത്രം നിലവിലുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പറഞ്ഞ വിവരമുള്ളവർ അന്നും ഉണ്ടായിരുന്നു. എന്നാരംഭിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആർഷ സംസ്കൃതിയെ അനാദി എന്ന് പറയുന്നത്. എന്ന് ഈ സൃഷ്ടി ആരംഭിച്ചു അന്ന് മുതൽ ഈ സംസ്കാരമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നമ്മുടെ സംസ്കാരം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല. ആശയങ്ങളെ അത് പ്രാവർത്തികമാക്കിയത് വ്യക്തികളാണ്, സംശയമൊന്നുമില്ല. പക്ഷെ വ്യക്തികൾ വരികയും പോവുകയും ഒക്കെ ചെയ്യും. ആശയങ്ങൾ ശക്തമായി തന്നെ നിലനിൽക്കും. 125 വർഷത്തോളം ഭൗതിക ശരീരത്തോടെ ജീവിച്ച ശ്രീകൃഷ്ണൻ പറഞ്ഞതായ ആശയങ്ങൾ അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹത്തിന് ശേഷവും തുടരുന്നു. ഈ ശരീരത്തെ ക്ഷേത്രമെന്നും ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയെ ക്ഷേത്രജ്ഞൻ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വൈദ്യുതി ഉപകരണങ്ങൾ മുഴുവൻ ക്ഷേത്രം വൈദ്യുതി ക്ഷേത്രജ്ഞനാണ്. ആ മഹത് ശക്തിയുടെ സാന്നിധ്യത്തിലേ നമുക്ക് കണ്ണ് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഓരോ ചലനങ്ങൾക്കും കാരണം ആ സാന്നിധ്യമാണ്. അപ്പൊ ക്ഷേത്രത്തെ അറിയുന്ന ആൾ ക്ഷേത്രജ്ഞൻ. ജ്ഞഹ എന്ന് വെച്ചാൽ അറിയുന്നവൻ, ക്ഷേത്രജ്ഞൻ അറിയുന്നയാള്. തുടർന്ന് ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഈ ക്ഷേത്രത്തെ അറിയുന്ന ശക്തി തന്നെയാണ് നിങ്ങളുടെ ക്ഷേത്രത്തെയും അറിയുന്നത്. അതുകൊണ്ട് ക്ഷേത്രജ്ഞൻ. ഈ ക്ഷേത്രജ്ഞൻ എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്നാണ്. ഞാനാണ് എൻ്റെ ശരീരത്തെ അറിയുന്നത്, നിങ്ങളാണ് നിങ്ങളുടെ ശരീരത്തെ അറിയുന്നത്. എന്നാൽ എല്ലാ ശരീരങ്ങളെയും അറിയുന്നത്, ആ ശരീരത്തെ അറിയുന്ന ശക്തി ഏതാണ്? അതാണ് ഈശ്വരൻ. ഒരു കൊതുക് നമ്മെ കടിക്കാൻ വരുന്നു, നാം ആട്ടിവിടുന്നു. വീണ്ടും വേറൊരു കൊതുക് വരുന്നു. ഇയാളെ എങ്ങനെയും കടിച്ചാലേ അടങ്ങുള്ളൂന്നും പറഞ്ഞിട്ട് ഇവിടെ ആട്ടിവിടണമെന്ന് വിചാരിച്ച നമ്മിലെ ശക്തിയും കടിക്കണമെന്ന് വിചാരിച്ച കൊതുകിലെ ശക്തി ഒന്നാണ്. സർവക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്നത് ഒരാളാണ്. അതായത് ലോകത്തിലെ സകല വൈദ്യുതി ഉപകരണങ്ങളിലും പ്രവർത്തിക്കുന്നത് ഏകമായ വൈദ്യുതിയാണ്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് കേന്ദ്ര പൂളിൽ നിന്നുള്ള വൈദ്യുതി, രാമകുണ്ടത്തു നിന്നുള്ള വൈദ്യുതി എന്നൊക്കെ നമുക്ക് പറയാം, അല്ലേ? പക്ഷെ വൈദ്യുതിക്ക് ഇതൊന്നുമില്ല. വൈദ്യുതി മാത്രം, ഊർജം മാത്രമാണ്. അതിന് യാതൊരു വിവേചനവുമില്ല. അതുപോലെ എല്ലാ ജീവജാലങ്ങളുടെയും സ്നേഹമൊന്നാണ്, വിശപ്പൊന്നാണ്, വിദ്വേഷമൊന്നാണ്. ഇതിനെ അറിയുന്ന എല്ലാ ശരീരങ്ങളും ഇരിക്കുന്നത് ഒരേ ഒരു ക്ഷേത്രജ്ഞനാണ്. ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ഇങ്ങനെ സർവ ശരീരങ്ങളിലും എൻ്റെ സാന്നിധ്യമുണ്ട് എന്നറിയുക. ക്ഷേത്രങ്ങൾ വിവിധങ്ങളും വൈവിധ്യമാർന്നതും അനവധിയുമാണ്. എന്നാൽ ക്ഷേത്രജ്ഞൻ ഏകനാണ്. ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം വിദുർ മധുർമമ. ഈ ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചുള്ള ജ്ഞാനമാണ് ശരിയായ അറിവ് എന്ന് എൻ്റെ അഭിപ്രായം. കൃഷ്ണൻ പറഞ്ഞു. തുടർന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ പോവുകയാണ്. ഈ അധ്യായത്തിന്റെ മുഴുവൻ പ്രതിപാദ്യം നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം, എന്തൊക്കെയാണ് വിസ്തരിക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ മുതൽ നമുക്ക് വിസ്തരിച്ച് അധ്യായത്തിലേക്ക് കിടക്കാം. കൃത്യസമയത്ത് തന്നെ നമ്മൾ ആരംഭിച്ച് പരമാവധി കൃത്യസമയത്തിന് നിർത്താനൊക്കെ ശ്രമിക്കാം. ഒന്നുകൂടി രാവിലത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയട്ടെ. നമുക്ക് തിരക്കുള്ളതാണ് രാവിലെ, എല്ലാവർക്കും അറിയാം. പക്ഷേ ഉപനിഷത്ത് ശ്രവണം നമ്മളൊക്കെ കേൾക്കുന്നവരായിരിക്കാം. എന്നാലും പുതിയ ഒരാളെയും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മിക്കവാറും ഒന്നല്ലെങ്കിൽ വേർന്ന് കേൾക്കുന്നവരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലോ അടുത്ത വീട്ടിലോ ഫ്രണ്ട്സോ ഒക്കെ നമുക്കുണ്ടാവും, അല്ലേ?
ഒരാളെയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അത് അവരുടെ ജീവിതത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ബാക്കി എന്തെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? ആ ഗിഫ്റ്റൊക്കെ കുറച്ച് കഴിയുമ്പോൾ നാളെ ഒന്ന് ചിരിക്കാൻ മറന്നുപോയാൽ തീർന്നതോടുകൂടി. നേരത്തെ അല്ലേ ഭഗവാൻ സുഹൃത്താന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പൊക്കെ പോവും. പക്ഷെ ഈ ഒരു ഗിഫ്റ്റ് ഒരാളെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ ഒരുപക്ഷെ നാളെ നിങ്ങൾ വന്നില്ലെങ്കിൽ അവർ ചിലപ്പോൾ വരും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് ബോധ്യമായാൽ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് സുഹൃത്തുക്കളെയും പല ബന്ധുക്കളെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. പലപ്പോഴും പറയാറുണ്ട് ചിലരൊക്കെ വീട്ടിൽ നിന്ന് ഗസ്റ്റ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഒരു ഗസ്റ്റ് വീട്ടിൽ വന്ന് നമുക്ക് അവർക്ക് ചായയും കൊടുത്ത് വർത്താനം പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് അവർക്ക് അഭിമാനമുണ്ട്. എന്ത്, ഓ ചേച്ചിക്ക് ഈ പ്രായത്തിൽ ഇതൊക്കെ കേൾക്കാൻ ഭാഗ്യമുണ്ട്, എനിക്കോ ഭാഗ്യമില്ലെന്നൊക്കെ നമ്മളെക്കുറിച്ച് അവർ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? നേരെ മറിച്ച് അവർ വന്നതിന്റെ പ്രമാണിച്ച് നമുക്ക് ചായ വിളിച്ച് വർത്താനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും പോയി. ഇത്രയേ ഉള്ളൂ എന്ന് പറയൂല്ലേ? ഒരു പണിയില്ലാണ്ട് പോയാന്ന് വിചാരിക്കും. നേരെ മറിച്ച് ആ ഗസ്റ്റിനെ കൂട്ടി വരുമ്പോഴാണ് അതിന് കൂടുതൽ വിലയുണ്ടാവുക. അല്ലെങ്കിലോ എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് അവരെ വേറെ എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ കാലത്ത് പ്രശ്നമൊന്നുമില്ല ആൾക്കാർക്ക് അല്ലേ? പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് പോരാൻ സാധിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ദിവസം മുടങ്ങാതെ ഈ 7 ദിവസം, വാസ്തവത്തിൽ എന്നോട് 5 ദിവസമാണ് ആദ്യം ഗീതയജ്ഞം പറഞ്ഞത്, ഞാനാ പറഞ്ഞ് 7 ആക്കിയത്. സാധാരണഗതി ഇങ്ങനെയല്ല തിരിച്ചു വരിക. സംഘാടകര് 7 ദിവസം ചോദിക്കും, ആചാര്യന്മാർക്ക് സമയമില്ല 5 ആകും. ഇത് ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും ദൂരെ നിന്ന് ഇവിടം വരെ വരുന്നതാണ്. വരുന്ന സമയത്ത് അതിന്റെ വിഷയത്തോട് ഒരു നീതി പുലർത്തി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം കൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ രാവിലത്തെ എനിക്ക് ഞാൻ പറ്റിയാൽ ഇത്രയൊക്കെ സമയം കൂടുതൽ ചിലപ്പോൾ എടുക്കാം, 10-15 മിനിറ്റൊക്കെ. എന്നാൽ പോലും കാരണം അത്രമാത്രം പ്രൗഢമായ ഒരു വിഷയമായതുകൊണ്ട്. ഉപനിഷത്താണ് എന്നോട് ആദ്യം ചോദിച്ചു, ഉപനിഷത്ത് ഞാൻ ചോദിച്ചത് കൂട്ടത്തിൽ മേൻപടിയായി ഗീത വെച്ചെന്നേ ഉള്ളൂ, അതുകൊണ്ടാണ്. പക്ഷെ അത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ചും നാളെ ആദ്യത്തെ ദിവസം, നാളെ സൺഡേ ആണ്. പറ്റുമെങ്കിൽ കുട്ടികളെയൊക്കെ കൂട്ടി വരിക. ഉപനിഷത്ത് വിഷയമല്ല നാളെ പറയുന്നത്, നാളെ ആമുഖമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വളരെ ഒരു താല്പര്യമുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ് നാളെ പറയാനിരിക്കുന്നത്. അതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ ഉപനിഷത്തിലേക്ക് പ്രവേശിക്കുക. അപ്പം നമുക്ക് നാളെ രാവിലെ 7:30 7:30 എല്ലാവരും വരിക. ബുക്ക് ആവശ്യമുള്ളവർക്ക് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിന്റ് എടുത്ത് തരാം, കുഴപ്പമൊന്നുമില്ല. ക്ലാസ് കേൾക്കാൻ തയ്യാറായി, കേൾക്കാനല്ല, വെറുതെ കേൾക്കാനല്ല, പഠന ക്ലാസ്സിലേക്ക് ഇരിക്കാൻ തയ്യാറായിട്ട് തന്നെ എല്ലാവരും വരിക. നോട്ട്ബുക്കോ പേനയോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു പഠനത്തിൻ്റെ ഗൗരവമൊക്കെ ആവും. നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ തന്നെയാണ്. വന്നെല്ലാവർക്കും നന്ദി. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.